മുഈൻ ദർസ് ആരംഭിക്കുകയാണ്. അഭിനന്ദനായ ഉസ്താദ് KPM ദാരിമി ഉസ്താദ് അവിടെ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്താദിനെ വളരെ സ്നേഹപൂർവ്വം ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി, ഫത്ഹുൽ മുഈൻ ദർസ് എടുക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിമന്യരായ പ്രിയപ്പെട്ട ഉസ്താദുമാർ, KCRലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, KCRന്റെ റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും അവന് പൊരുത്തപ്പെട്ട കർമ്മങ്ങളായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് അവന്റെ ത്വാഅത്തിലായി മുന്നേറാനുള്ള ഭാഗ്യം നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന രോഗങ്ങൾക്കും മറ്റും അള്ളാഹു ഷിഫാ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുള്ള ബഹ്റൈൻ എന്ന സുഹൃത്ത് ടെക്സ്റ്റ് ചെയ്ത് കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട ഇല്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ ഹോസ്പിറ്റലിലാണ് ദുആ ചെയ്യണമെന്നൊരു ടെക്സ്റ്റ് കണ്ടിരുന്നു. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും മറ്റു കീഴ്ഘടകങ്ങളുടെയും നേതൃത്വത്തിനൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് പേസ്റ്റ് ചെയ്ത ആ ഭാഗം ഒന്നും കൂടി ആവർത്തിച്ചാൽ നന്നാവും. ഏതായാലും നമ്മൾ ഇന്നലെ പറഞ്ഞു വന്ന വിഷയം ആ ഭാഗമല്ല, അത് കഴിഞ്ഞല്ലോ. അതിനടുത്ത ഭാഗമാണ് കിട്ടേണ്ടത്. അത് കഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടേണ്ട ഭാഗം ഇങ്ങനെയാണ്: വറസൂലു അഫ്ളലു മിനൻ നബിയ്യി ഇജ്മാഅൻ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ലഭിക്കേണ്ടത്. അഫ്ളലു, അവൻ നബിയു അഫ്ളലു, വറസൂലു അഫ്ളലു. അതെ, പറ്റിയില്ല. അടുത്ത ഭാഗം അത് നമ്മൾ കഴിഞ്ഞു. അത് അതിനടുത്ത ഭാഗമാണ് കിട്ടേണ്ടത്. ഇനിയാണ് കിട്ടേണ്ടത്. ഏതായാലും വറസൂലു, അതെ, വറസൂലു അഫ്ളലു മിനൻ നബിയ്യി ഇജ്മാഅൻ. ആരാണ് റസൂൽ, ആരാണ് നബി എന്ന് പറഞ്ഞതിന് ശേഷം, ആരാണ് റസൂൽ, ആരാണ് നബി എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്: വറസൂലു അഫ്ളലു മിനൻ നബിയ്യി ഇജ്മാഅൻ. റസൂലാണ് പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനായവർ ഇജ്മാഅൻ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഏകോപനത്തോടുകൂടി ഏകോപിച്ച തീരുമാനപ്രകാരം റസൂലാണ് നബിയിനേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഒരു മുർസലായ ഒരാളും സാധാ പ്രവാചകൻ മാത്രമായ ഒരാളും ആരാണ് ശ്രേഷ്ഠനെന്ന് ചോദിച്ചാൽ റസൂലായ ആളായിരിക്കും. റസൂൽ എന്ന പദവി ലഭിച്ചയാൾ, ആ പദവിയാണ് അഫ്ളലു മിനൻ നബിയ്യി. നബി എന്ന പദത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് ഇജ്മാഅൻ. അതിലാർക്കും തർക്കമില്ല. ഇജ്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കാലഘട്ടത്തിലെ എല്ലാ മുജ്തഹിദുകളും ഒരു വിഷയത്തിൽ ഏകോപിക്കുന്നതിനാണ് ഇജ്മാ എന്ന് പറയുക. റസൂലു, റസൂൽ എന്ന് പറഞ്ഞത് അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. അഫ്ളൽ എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അഫ്ളലു റസൂലി, പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വറസൂലു, റസൂലാകുന്നത് അഫ്ളലു മിനൻ നബിയ്യി, പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനാണ്. അല്ല, പ്രവാചകൻ എന്ന പദവിയേക്കാൾ
നിരുപാധികം പ്രവാചകനേക്കാൾ ശ്രേഷ്ഠനാണ് ഇജ്മാഅൻ, യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഏകോപിച്ച തീരുമാനമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ നബിയും റസൂലുമായിരിക്കും. റസൂലായ ആൾ ഏതായാലും നബിയായിരിക്കും. നബി എന്ന് പറഞ്ഞയാൾ റസൂലായിക്കൊള്ളണമെന്നില്ല. റസൂലാണെങ്കിൽ നബിയുമായിരിക്കും. അതേസമയം നബിയായ ആൾ റസൂലായിക്കൊള്ളണമെന്നില്ല. ഒരാൾ റസൂലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നബിയുമാണ്. അതേസമയം ഒരാൾ നബിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം റസൂലായിക്കൊള്ളണമെന്നില്ല. ഇനി പ്രവാചകന്മാരാണോ കൂടുതൽ അല്ലെങ്കിൽ മുർസലീങ്ങളാണോ കൂടുതൽ? വസഹ, ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട്. വസഹ, ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട്. വസഹ ഖബറു, ഖബർ എന്ന് പറഞ്ഞാൽ ഹദീസ് എന്നാണ് അർത്ഥം. ഖബർ എന്ന് നമ്മൾ പറയും പലപ്പോഴും ക്ലാസ് റൂമിൽ തന്നെ. ഖബർ ആഹാദ് എന്നൊരു വിഷയം തന്നെ ബഹുമാന്യനായ MT ദാരിമി ക്ലാസ് എടുത്തിരുന്നു. ഖബർ ആഹാദ് എന്ന് പറഞ്ഞിട്ട്. ഖബർ എന്ന് പറഞ്ഞാൽ ഹദീസ് എന്നാണ് അർത്ഥം. വസഹ ഖബറു, ഹദീസ് വന്നിട്ടുണ്ട്. എന്താണ് ഹദീസ് വന്നത്? അന്ന അദദൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, അംബിയാക്കളുടെ എണ്ണം. അന്ന അദദൽ അംബിയാ, അംബിയാക്കളുടെ എണ്ണം. അലൈഹിമുസ്സലാത്തു വസ്സലാം ഒരു വളരെ ആദരവുള്ള ഒരു പദമാണത്. അവരുടെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ സ്വലാത്തിന്റെ മറ്റൊരു ശൈലിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അംബിയാ എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഉണ്ടായതുകൊണ്ട് അലൈഹിമുസ്സലാത്തു വസ്സലാം. പൊതുവെ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചെല്ലാറില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ചെല്ലാറ്. എന്നാലും ഇതും ചെല്ലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹത്തുക്കളുടെ നാമങ്ങൾ കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ജല്ല ജലാലുഹു എന്നോ സുബ്ഹാനഹു വ തആല എന്നോ തുടങ്ങിയ വചനങ്ങളും, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം കേൾക്കുമ്പോൾ സ്വലാത്ത്, മഹാന്മാരായ സ്വഹാബികളുടെ നാമങ്ങൾ കേൾക്കുമ്പോൾ തർളിയത്ത് തുടങ്ങി മഹാരഥന്മാർ മറ്റു മഹാന്മാരെയൊക്കെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാഹ് ഒക്കെ ചെല്ലൽ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെയും പ്രത്യേകം സൂക്ഷിക്കുന്നത്. അന്ന അദദൽ അംബിയാ, അംബിയാഇന്റെ എണ്ണം അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരുടെ മേൽ അള്ളാഹുവിന്റെ സലാത്തും അള്ളാഹുവിന്റെ സലാമും ഉണ്ടാവട്ടെ. അംബിയാഇന്റെ എണ്ണം മിഅത്തു അൽഫ്, മിഅത്തു അൽഫ് 1,00,000 അല്ലെ. മിഅ എന്ന് പറഞ്ഞാൽ 100 അൽഫ് 1000, 100,000 എന്ന് പറഞ്ഞാൽ 1,00,000. മിഅത്തു അൽഫിൻ വ അർബഅത്തും വ ഇശ്റൂന 24 അൽഫൻ 1000. 1,24,000 പ്രവാചകന്മാരാണ് എന്ന് ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അമ്പിയാക്കൾ 1,24,000 ഉണ്ട്. അതിനേക്കാൾ കൂടാൻ ഏകദേശം ഒരു ഹദീസ് അങ്ങനെയുമുണ്ട് എന്നാണ്. 1,24,000 അമ്പിയാക്കളാണ്. പ്രവാചകന്മാർ 1,24,000. അതേസമയം വഅന്ന അദദ റുസുലി, ദൂതന്മാരുടെ എണ്ണം, റുസുൽ അല്ലെ മുർസലീങ്ങളുടെ എണ്ണം 300 15 315. പ്രവാചകന്മാർ 315, ചിലപ്പോഴെങ്കിലും 313 എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കേൾക്കാം. ഏതായാലും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയാലത് അങ്ങനെയാണ്. 200 അമ്പിയാക്കളുടെ എണ്ണം 1,24,000 ആണെന്നും മുർസലുകളുടെ എണ്ണം അത് 315 ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വസഹ ഹദീസ്, വസഹ ഖബറു, ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അന്ന അദദൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, അമ്പിയാക്കളുടെ എണ്ണം അത് 100 അൽഫിൻ വ 24 അൽഫൻ 1,24,000 100 അൽഫ് 1,00,000. 24 അൽഫൻ 24,000. വ അന്ന അദദ റുസുൽ, റുസുൽ മുർസലുകളുടെ എണ്ണം 315 315 എന്നാൽ ഈ കടന്നു വന്ന പ്രവാചകന്മാരുടെ എണ്ണമൊന്നും അഭിപ്രായ വ്യത്യാസം ഒന്നും കൃത്യമായി പറയേണ്ട എന്നാണ്. 1,24,000 എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറ് അല്ലെ. പ്രവാചകന്മാരായ 1,24,000 പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്.
അവരെ കൃത്യമാക്കണ്ട എന്നുള്ളതാണ്. കാരണം അള്ളാഹു തന്നെ ഖുർആനിൽ എങ്ങനെയാണ് പറഞ്ഞത്? പ്രവാചകന്മാരിൽ നാം കഥകൾ പറഞ്ഞു തന്നതും അല്ലാത്തവരുമായ ആളുകളുണ്ട്. പക്ഷെ നമുക്കുള്ള നിർബന്ധം, നമുക്ക് ആ വിഷയത്തിൽ വിശ്വസിക്കേണ്ടത് അള്ളാഹു അയച്ച പ്രവാചകന്മാരെയൊക്കെയും മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട പ്രവാചകന്മാരെന്ന് പറയുന്നത് 25 പ്രവാചകന്മാരെയാണ്. 25 പ്രവാചകന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 25 പ്രവാചകന്മാർ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 25 പ്രവാചകന്മാരെ നമ്മൾ പഠിക്കണം. അവരുടെ പേരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തൊക്കെ മദ്രസകളിലും ഇപ്പോഴും മദ്രസകളിലും അതുപോലെ മറ്റു പഴയ സഹോദരിമാർക്കൊക്കെയും അറിയും. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുൻ സ്വാലിഹ് വ ഇബ്രാഹീം കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈൽ ഇസ്ഹാഖും ഗദ യാഖൂബ് യൂസുഫ് വ അയ്യൂബ് ഹുദ ശുഐബ് ഹാറൂന വ മൂസ വൽ യസർ ദുൽകിഫ്ലി ദാവൂദ് സുലൈമാൻ തബഅ ഇലിയാസ് യൂനുസ് സക്കരിയ യഹ്യ ഈസാ വ ത്വഹ ഖാതിമുൻ ദൽഗയ്യ. ഇങ്ങനെ 25 പ്രവാചകന്മാരെ നമ്മൾ പഠിക്കണം. അറിയാത്ത എന്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും അങ്ങനെ തന്നെയുള്ള പുസ്തകമോ മറ്റോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ ആരെങ്കിലും PM ചെയ്താൽ അവർക്ക് തൽക്കാലം ഓരോന്നായിട്ട് എഴുതി പിന്നീട് അയക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കുക. ആരുടെയും കയ്യിൽ അത് പേസ്റ്റ് ചെയ്ത നേരെ എഴുതി വെച്ച 25 അമ്പിയായിന്റെയും പേരെഴുതി വെച്ച ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ മക്തബയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്റെ കയ്യിൽ ഓൾറെഡി എടുത്തു വെച്ചിട്ടില്ല. എടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോ കമ്പ്യൂട്ടർ ആകെ ഹാങ് ആവുമെന്ന് പേടിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് ബന്ധപ്പെടണം. കാരണം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില നാമങ്ങളാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദം നബിയും നൂഹ് നബിയും അടങ്ങുന്ന 25 പ്രവാചകന്മാരെ, മുർസലുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് എന്നർത്ഥം. ഏതായാലും പറഞ്ഞു വന്നത്, നമ്മൾ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സ്വലാത്തും സലാമും ചൊല്ലിയപ്പോൾ അവിടെ വന്ന 2 പദങ്ങളാണ് നമുക്ക് വിഷയമായത്, അല്ലെ? വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയുടെ മേൽ സലാത്തും സലാമും ഉണ്ടാവട്ടെ. ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയപ്പോൾ എന്താണ് സ്വലാത്ത്, എന്താണ് സലാം, എന്താണ് മുഹമ്മദ് എന്ന പദം, എന്താണ് റസൂൽ എന്നൊക്കെയാണ് പരിചയപ്പെടുത്തിയത്. ഇനി വീണ്ടും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മൂലഗ്രന്ഥമായ ഖുർറത്തുൽ ഐൻ പറയുന്നു, വ അലാ ആലിഹി, പ്രവാചകരുടെ കുടുംബത്തിന്മേലും സലാത്തും സലാമും ഉണ്ടാവട്ടെ. വസഹ്ബിഹി, പ്രവാചകരുടെ അനുയായികളുടെ മേലും പ്രവാചകരുടെ അനുചരന്മാരുടെ മേലും സലാത്തും സലാമും ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള സ്വഹാബികളാണ്, എങ്ങനെയുള്ള കുടുംബക്കാരാണ്? അൽ ഫായിസീന ബിറിദല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് വിജയിച്ചവരായ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയവരായ ഉലൈക വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ. പുണ്യ നബിയുടെ പുണ്യവദനം കണ്ട് ഭാഗ്യം ലഭിച്ച ആളുകളാണ്. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി, പുണ്യ നബിയുടെ മുഖം മുസ്ലിമായി കണ്ണ് കാണാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. ഏറ്റവും വലിയ പ്രശസ്തനായ ആ വലിയിനേക്കാളും ഏറ്റവും സ്ഥാനമലങ്കരിക്കുന്നത് ഒരു സ്വഹാബിയാണ്, പുണ്യ നബിയുടെ ഒരു സ്വഹാബിയാണ്. എന്താ കാര്യം? സ്വഹാബികൾക്ക് അത്ര വലിയ ശ്രേഷ്ഠതയാണ്. ഏതായാലും പറഞ്ഞു വന്നത്, സലാത്തും സലാമും നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയുടെ മേലുണ്ടാവട്ടെ. വഅലാ ആലിഹി, പ്രവാചകരുടെ കുടുംബത്തിന്മേലും ഉണ്ടാവട്ടെ. വസഹ്ബിഹി, പ്രവാചകരുടെ അനുചരന്മാരുടെ മേലും ഉണ്ടാവട്ടെ. ആ ഇബാറത്ത് അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് അടുത്തത് പേസ്റ്റ് ചെയ്യണം. വഅലാ ആലിഹി, അബ്ദുള്ള തൊണ്ണൂറൈവതിൻ്റെതിലുണ്ട്, അത് മാത്രം ഒന്ന് പേസ്റ്റ് ചെയ്താൽ ഒന്നും കൂടി നന്നാവും. വഅലാ ആലിഹി, പ്രവാചകരുടെ കുടുംബത്തിന്മേലും സലാത്തും സലാമും ഉണ്ടാവട്ടെ. ആരാണ് പ്രവാചകന്റെ കുടുംബം എന്ന് പറയുന്നത്? അതായത് ഹർഫു തഫ്സീർ എന്ന് പറയും ഉസ്താദുമാരുടെ ഭാഷയിൽ.
നഹ്വിന്റെ ഭാഷയിലൊക്കെ തഫ്സീർ എന്നാണ് പറയുക, വിശദീകരിക്കാൻ വേണ്ടിയാ വരിക. അതായത് അഖാരിബിഹിൽ മുഅ്മിനീൻ, റസൂലുള്ളാഹിയുടെ മുഅ്മിനീങ്ങളായ കുടുംബക്കാർ, റസൂലുള്ളാഹിയുടെ മുഅ്മിനീങ്ങളായ കുടുംബക്കാർ. അഖാരിബ് അല്ലെ, അഖാരിബ് എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെന്നാണ് അർത്ഥം. അതിന് അംസ മാറി അയിനായാൽ തേള് എന്നുമാവും അല്ലെ. അഖാരിബ് എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ. ഫസ്റ്റിലെ അംസ മാറി അയിനായാൽ അഖാരിബ് എന്നാവും. അപ്പൊ തേള് എന്നാണ് അർത്ഥം. ഒരു കവി പാടിയതായി ഓർക്കുന്നു, നമുക്കൊക്കെ അറിയുമായിരിക്കും. ഈ കാലത്ത് അലിഫുസ്സമാനി അലിഫുസ്സമാനി ഫിൽ അഖാരി അലിഫുസ്സമാനി, ഇക്കാലത്ത് അഖാരിബിന്റെ അലിഫ് മാറി അയിനായിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു പദ്യം ഒരാൾ പാടിയതായി ഒരു മഹാൻ പാടിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ ഓർമ്മയില്ല, സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പെസിത ഉപകരിക്കും. ഏതാണെന്ന് വെച്ചാൽ ഫസാറൽ അഖരിബാഉ അഖാരിബാണ്. അഖാരിബ് എന്ന് പറഞ്ഞാൽ തേള് എന്നാണ് അർത്ഥം. അംസയാണെങ്കിൽ അഖാരിബ് തേള്, അയിന് കൊണ്ടാണെങ്കിൽ തേളാണ്. അതേസമയം അഖാരിബ് എന്നാണെങ്കിൽ കുടുംബക്കാര് എന്നാണ്. എന്നിട്ട് കവി പാടിയത് അയിന് മാറി, ഇക്കാലത്ത് അംസു മാറി അയിനായി മാറിയിട്ടുണ്ട്, കുടുംബക്കാരൊക്കെ തേളുകളായിട്ടുണ്ട്. അഖാരിബിഹിൽ മുഅ്മിനീൻ മറ്റൊരു വിഷയമാണ്. ഏതായാലും അഖാരിബിഹിൽ മുഅ്മിനീൻ, ആല് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ റസൂലുള്ളാഹിയുടെ കുടുംബക്കാരാണ്. ഏതു കുടുംബക്കാർ? മിൻ ബനി ഹാഷിമിൻ വൽ മുത്തലിബ്, ഹാഷിം മുത്തലിബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട, ഹാഷിം മുത്തലിബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട, ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരകളിൽപ്പെട്ട മുഅ്മിനീങ്ങളായ കുടുംബക്കാർക്കാണ് അല് എന്ന് പറയുന്നത്. അഖാരിബിഹിൽ മുഅ്മിനീന മിൻ ബനി ഹാഷിമിൻ വൽ മുത്തലിബ്, ഹാഷിമിന്റെയും മുത്തലിബിന്റെയും സന്താന പരമ്പരകളിൽപ്പെട്ട മുഅ്മിനീങ്ങളായ കുടുംബക്കാർക്കാണ് ആല് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഹാഷിം മുത്തലിബ്, ഇതേതാണ് ഹാഷിം? റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയെ പറയുമ്പോ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്, ഹാഷിം ഇങ്ങനെയുണ്ട് അല്ലെ. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരിൽ മറ്റൊരാളാണ് അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് അല്ലെ. റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയുടെ ഉപ്പയാരാണ്? അബ്ദുള്ള. ഉപ്പയുടെ ഉപ്പ അബ്ദു മനാഫ്, അബ്ദുള്ള ഉപ്പാന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവിടുത്തെ ഉപ്പ ഹാഷിം, അവിടുത്തെ ഉപ്പ അബ്ദു മനാഫ്. അപ്പൊ ഈ പറഞ്ഞ ഹാഷിമും മുത്തലിബും റസൂലുള്ളാഹിയുടെ ആരാണ്? മനസ്സിലാക്കണം. ഇപ്പറഞ്ഞ ഹാഷിം അത് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയാണ്, ഉപ്പാപ്പാന്റെ ഉപ്പ. അതായത് അബ്ദുള്ളയുടെയും അബ്ദുൽ മുത്തലിബിന്റെയും ഉപ്പയായ ഹാഷിം. മുത്തലിബോ അബ്ദുൽ മുത്തലിബല്ല, ഹാഷിം അബ്ദു മനാഫ് എന്ന റസൂലുള്ളാഹിയുടെ ഉപ്പാപ്പക്ക്. അബ്ദു മനാഫ് എന്ന റസൂലുള്ളാഹിന്റെ നാലാമത്തെ ഉപ്പാപ്പ അല്ലെ. ഒന്ന് അബ്ദുൽ മുത്തലിബ്, രണ്ട് അബ്ദു മനാഫ്, അബ്ദുൽ അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ, രണ്ട് ഹാഷിം, മൂന്ന് അബ്ദു മനാഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ ഒന്ന് അബ്ദുൽ മുത്തലിബ്, രണ്ട് ഹാഷിം, മൂന്ന് അബ്ദു മനാഫ്. ഈ മൂന്നാമനായ ഉപ്പാപ്പയായ അബ്ദു മനാഫിന്റെ നാല് മക്കളാണ്. മനസ്സിലാക്കണേ ശരിക്ക്. അബ്ദു മനാഫിന് 4 മക്കൾ. റസൂലുള്ളാഹിന്റെ മൂന്നാമത്തെ ഉപ്പാപ്പയായ അബ്ദു മനാഫിന് 3 മക്കളാണ്, 4 മക്കൾ. ഒന്ന് ഹാഷിം, അത് റസൂലുള്ളാഹിന്റെ നേരെ ഉപ്പാപ്പ. മുത്തലിബ് എന്ന് പറഞ്ഞ മറ്റൊരു മകൻ. അതുപോലെ അബ്ദു ഷംസ്, നൗഫൽ, ഇങ്ങനെ 4 പേരാണ് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയായ അബ്ദു മനാഫിന്റെ സന്താനങ്ങൾ. അവരിൽ അബ്ദു ഷംസും നൗഫലും വേണ്ട രൂപത്തിൽ റസൂലുള്ളാഹിയുമായി അവരും അവിടുത്തെ കുടുംബമൊന്നും സഹകരിച്ചില്ല. ഹാഷിമും മുത്തലിബും അവരുടെ മക്കളും മറ്റുമൊക്കെ സഹകരിച്ചവരാണ്. ആ വകുപ്പിൽ പുണ്യനബിയുടെ കുടുംബക്കാരായി പരിഗണിക്കുന്നവർ ഈ ഒരു ഹാഷിമിന്റെയും മുത്തലിബിന്റെയും മക്കളിൽപ്പെട്ട മുഅ്മിനീങ്ങളായ കുടുംബക്കാർക്കാണ്.
അപ്പൊ ഹാഷിം എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയിൽ പെട്ടതാണ്. മുത്തലിബ് നേരെ ഉപ്പാപ്പയല്ല, ഉപ്പാപ്പാന്റെ സഹോദരനാണ്. ഹാഷിം എന്ന ഉപ്പാപ്പയുടെ സഹോദരനാണ് മുത്തലിബ്. ഏതായാലും ഹാഷിം മുത്തലിബ് എന്ന ഹാഷിം മുത്തലിബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട മുഅ്മിനീങ്ങളായ കുടുംബക്കാർക്കാണ് ആല് എന്ന് പറയുക. അപ്പൊ ആല് എന്ന് പറയുന്ന പരിധിയിൽ പെടണമെങ്കിൽ ഈ ഒരു ഗണത്തിൽ പെടണം. വഖീല മറ്റൊരഭിപ്രായം. വഖീല എന്ന് പറഞ്ഞാൽ കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന്. അപ്പോൾ പറയപ്പെട്ടയാളെ നമുക്ക് കൃത്യമായും ലഭിക്കും, അല്ലെ? കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് പറയും. വഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു. അഭിപ്രായം പറഞ്ഞയാളെ ഒരുപക്ഷെ അറിയില്ലാതിരിക്കാം, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞയാളെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം സ്ഥലങ്ങളിലും മറ്റു ചില സ്ഥലങ്ങളിലുമാണ് ഇങ്ങനെയുള്ള പ്രയോഗം നടത്തുക. നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ ചിലപ്പോൾ ചില വാർത്തകൾ കാണും, കട കൊള്ളയടിക്കപ്പെട്ടു, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്തയാളെ അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ അറിയുന്ന ആളെ തന്നെ മറച്ചു വെക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു വാർത്ത വരിക. ഇന്നയാൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നത്. അല്ലെങ്കിൽ കൊന്നയാളെ ചിലപ്പോൾ പരിചയപ്പെടുത്തും, അല്ലെങ്കിൽ കൊല്ലുന്ന ആളെ പറയാൻ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടു എന്നും പറയും. വക്കീല എന്ന് പറഞ്ഞാൽ ഏതായാലും അത് പ്രബല അഭിപ്രായമല്ല, എന്നാലും ആ അഭിപ്രായം എങ്ങനെയും ഒരഭിപ്രായം ഉണ്ട്. വക്കീല പറയപ്പെട്ടിരിക്കുന്നു. ഹും കുല്ലു മുഅ്മിൻ, റസൂലുള്ളാഹിന്റെ ആല് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനുമാണ്. എല്ലാ മുഅ്മിനീങ്ങളെ കൊണ്ടും റസൂലുള്ളാഹിയുടെ ആല് എന്ന് പറയാം, അല്ലെ? വഖീല ഹും കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനും റസൂലുള്ളാഹിയുടെ ആലാണ്. വഖീല ഹും കുല്ലു മുഅ്മിൻ, എല്ലാ മുഅ്മിനും റസൂലുള്ളാഹിയുടെ ആലാണ്, കുടുംബമാണ്. ഐ എന്ന് പറഞ്ഞ് അവിടെ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഫീ മഖാമി ദുആഇ വനഹ്വിഹി, ദുആഇന്റെ സ്ഥലങ്ങളിലും മറ്റു ചില സ്ഥലങ്ങളിലും. അത് ഫത്ഹുൽ മുഈനിൽ നേർക്ക് നേരെയുള്ളതല്ല, മറ്റു പലരും ചേർത്ത് കൊടുത്ത ഇബാറത്താണ്. അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് അടുത്ത ഇബാറത്തൊന്ന് പേസ്റ്റ് ചെയ്യണം. എല്ലാ മുഅ്മിനുകളും പ്രാർത്ഥന ചെയ്യുന്ന സ്ഥലത്ത് ആല് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങളുമാണ്. അതേസമയം സക്കാത്ത് പറ്റൂല എന്ന് പറയുന്നിടത്തൊക്കെ സദഖ ആല് മുഹമ്മദിന് പറ്റൂല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ മാനയില്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ആല് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ എല്ലാ കുടുംബക്കാരുമാണ് എന്ന് ഒരഭിപ്രായവുമുണ്ട്. എന്നാൽ വഖ്തീറ, ആ അഭിപ്രായത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില മഹാന്മാരാൽ ഈ അഭിപ്രായം വളരെ മെച്ചപ്പെട്ടതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മുഅ്മിനുകളും ആലാണ് ദുആഇന്റെ മഖാമുകളിൽ, ദുആഇന്റെ സ്ഥലങ്ങളിൽ എന്ന അഭിപ്രായത്തെ വളരെ മോശമായ അഭിപ്രായമൊന്നുമല്ല. വഖ്തീറ, ആ അഭിപ്രായത്തെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രബലമായി കാണുന്ന അഭിപ്രായമല്ലെങ്കിലും ചിലർ വളരെ ഉന്നതമായ അഭിപ്രായമായി അതിനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഖ്തീറ, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ലിഖബരിൻ ലഈഫിൻ ഫീഹി, അതിലൊരു ലഈഫായ ഹദീസ് ഉള്ളതിന് വേണ്ടി. അതായത് ഒരു ഹദീസ് ഇങ്ങനെയുണ്ട്, കുല്ലു മുഅ്മിൻ, ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ആലു മുഹമ്മദിൻ കുല്ലു തഖിയ്യിൻ എന്നൊരു ഭാരത്ത്. എല്ലാ ആലു മുഹമ്മദ്, മുഹമ്മദിന്റെ കുടുംബം എന്ന് പറയുന്നത് കുല്ലു തഖിയ്യിൻ, എല്ലാ മുത്തഖിയായ മനുഷ്യന്മാരുമാണ്, എല്ലാ മുസ്ലിമീങ്ങളുമാണ് എന്നൊരു ഹദീസ് ഉള്ളത് കൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദുആഇന്റെ സ്ഥലങ്ങളിലൊക്കെയും എല്ലാ മുഅ്മിനുകളെ കുറിച്ചും ആല് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പുണ്യ നബിയുടെ ആലിന്മേൽ സ്വലാത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങളുടെ മേലും സ്വലാത്തുണ്ടാവട്ടെ എന്നാണ് അർത്ഥം. ലിഖബരിൻ ലഈഫിൻ ഫീഹി, അതിലുള്ള ദുർബലമായ ഹദീസ് ഉള്ളതിന് വേണ്ടി. ലഈഫായ ഹദീസ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ് റൂമിൽ പലപ്പോഴും ചർച്ച ചെയ്തതായിരിക്കും. ഒരു ഹദീസ് ലഈഫാവുക എന്ന് പറയുന്നത് ഹദീസിന്റെ ഉദ്ധാരകരിലോ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തവരിലോ മറ്റോ ഉണ്ടാകുന്ന ചില ദൗർബല്യങ്ങൾ, ഹദീസ് റിപ്പോർട്ട് ചെയ്തവർക്കുണ്ടാകുന്ന പരിപൂർണമായ വിശേഷണങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഹദീസിന് ദുർബലമായി കാണും. ഒരുപക്ഷെ ആ ഹദീസ് അള്ളാന്റെ ഹബീബ് പറഞ്ഞു തന്നെയാവാം. അതുകൊണ്ടാണ് ഹദീസ് ലഈഫായ ഹദീസുകൾ തെളിവ് പിടിക്കുന്ന സ്ഥലത്ത് പറ്റൂല എന്നും തെളിവിന് പറ്റില്ലെന്നും, അതേസമയം കർമ്മങ്ങൾക്കും മറ്റും ഫളായിലുൽ അഅ്മാലുകളിൽ അമലുകളുടെ മഹത്വങ്ങളും മറ്റും പറയുന്നിടങ്ങളിൽ ഹദീസ് ലഈഫ് പറ്റുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്
അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആല് മുഹമ്മദിൻ കുല്ലു തഖീൻ എന്ന ലഈഫായ ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ചില പണ്ഡിതന്മാരൊക്കെയും ആല് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനുകളുമാണെന്ന് പോലും പറഞ്ഞത്. വജസമ ബിഹി, ആ അഭിപ്രായത്തെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ആര്? അന്നവവിയു, ഷാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം മുഹിയുദ്ദീൻ യഹ്യ ഇബ്നു ശറഫിൻ നവവി റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായത്തെ തീർത്തു പറഞ്ഞിരിക്കുന്നു. ഫീ ശറഹി മുസ്ലിം, അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ഗ്രന്ഥമായ പ്രാമാണിക ഗ്രന്ഥമായ സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ അദ്ദേഹം തീർത്തു പറഞ്ഞിരിക്കുന്നു. വജസമ ബിഹി, ഈ അഭിപ്രായത്തെ തീർത്തു പറഞ്ഞിരിക്കുന്നു അന്നവവിയു, ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവിയെ കുറിച്ച് ഷാഫിഈ മദ്ഹബിലെ ഷെയ്ഖാണ്, രണ്ടാം ഷാഫിഈ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാത്രല്ല നമ്മുടെ നാടുകളിലൊക്കെയും ഓതപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന, പലപ്പോഴും ഫത്വകൾക്ക് അവലംബിക്കുന്ന തുഹ്ഫ, നിഹായ, മുഗ്നി, മഹല്ലി തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെയൊക്കെ മൂലഗ്രന്ഥം അത് മിൻഹാജാണ്. അത് ഇമാം നവവിയുടെ ഗ്രന്ഥവുമാണ്. ആ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ അഭിപ്രായത്തെ തീർത്തു പറഞ്ഞിട്ടുണ്ട് ഫീ ശറഹി മുസ്ലിം, ശറഹ് മുസ്ലിമിൽ. ശറഹ് മുസ്ലിം ഫിഖ്ഹിന്റെ ഗ്രന്ഥമല്ല, മറിച്ച് മുസ്ലിം എന്ന് പറഞ്ഞ ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ സ്വഹീഹ് മുസ്ലിം എന്ന പേരിൽ നമ്മളൊക്കെ കേട്ട സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹദീസ് ലോകത്ത് രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുമെന്ന് പറയപ്പെടുന്ന ശറഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനം ഇമാം നവവി റഹിമഹുല്ല എഴുതിയിട്ടുണ്ട്. ശറഹുൻ നവവി അലാ മുസ്ലിം എന്ന പേര് നമുക്കൊക്കെ കിട്ടുന്നതുമാണ്. ആ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തീർത്തു പറഞ്ഞു, ആല് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ദുആഇന്റെ മക്കാമുകളിൽ എല്ലാ മുഅ്മിനുകളുമാണ്. വസഹ്ബിഹി, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് ഒരു അനിഷ്ടകരമായ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അല്ലേ? എന്താ അല്ലാഹു അഅലം, എന്തായിരിക്കും പ്രോബ്ലം? മനസ്സിലാകുന്നുണ്ടോ? എന്തായിരിക്കും പ്രോബ്ലം എന്ന് ആരെങ്കിലും അറിയുന്നവരാണെന്ന് അയച്ചെന്ന? അല്ലാഹു റബ്ബി, ഇപ്പോഴും ഉണ്ട് അല്ലേ? കുഴപ്പമില്ലല്ലേ? നോക്കാം. ഇപ്പം കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഓക്കെ? ഓക്കെ. വസ്വഹ്ബിഹി, സ്വഹ്ബ് എന്ന് പറഞ്ഞാൽ, സ്വഹ്ബ് എന്ന പദം വഹുവ ഇസ്മു ജംഇൻ, ബഹുമാനപ്പെട്ട അബ്ദുൽ തോട്ടക്കാട് സാഹിബ് അതൊന്ന് വസ്വഹ്ബിഹി, സ്വഹ്ബ് എന്ന പദം, വഹുവ സ്വഹ്ബ് എന്ന പദം ഇസ്മു ജംഇൻ, ഇസ്മു ജം ആകുന്നു. ജം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊക്കെ അറിയുമായിരിക്കും, ബഹുവചനത്തിനാണ് അറബിയിൽ ജം എന്ന് പറയുക. ബഹുവചനം, പ്ലൂരൽ. അതേ പ്രകാരം മുഫ്രദായ ഒറ്റപ്പദത്തിന്, സിംഗിൾ പദത്തിന് മുഫ്രദ് എന്ന് പറയും. മനസ്സിലാക്കണേ. ഇസ്മു ജം എന്ന് പറഞ്ഞാൽ, ജം എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്, പ്ലൂരലാണ്. അതേസമയം സിംഗുലർ പദത്തിന് പറയും, സിംഗിൾ പദത്തിന് പറയും മുഫ്രദ് എന്ന് പറയും. ഇസ്മു ജം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ജം ആകുമ്പോൾ, ഒരു ബഹുവചനമാകുമ്പോൾ ആ ബഹുവചനത്തിന് ഒരു സിംഗിൾ പദം ഉണ്ടാവും. ഉദാഹരണത്തിന് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണ്. അതേസമയം മുസ്ലിമൂന എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനാണ്. മുഅ്മിനൂന എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ ധാരാളം.
അങ്ങനെ ഓരോ ജംഇനും അതിന്റെ മുഫ്രദായ പദം ഉണ്ടാവും. എങ്കിൽ ഇസ്മു ജം ആകുമ്പോൾ അതിന് മുഫ്രദായ പദം ഉണ്ടാവില്ല. അതായത് മുഅ്മിനൂന അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അസാത്തീദ് നമ്മൾ പൊതുവെ പറയലുണ്ട് അല്ലെ. അസാത്തീദ്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന വ അസാത്തീദിന, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകളിൽ പെട്ടതാണ്. അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ നീ പുറത്തു തരണേ എന്ന പ്രാർത്ഥന. അസാത്തീദ് എന്ന് പറയുന്നത് ഉസ്താദുമാർ, അതൊരു ജംആണ്. അതിനുള്ള മുഫ്രദാണ് ഉസ്താദ് അല്ലെ. ഉസ്താദിന്റെ ജംഅ് അസാത്തീദ്, അസാത്തിദത്ത് എന്നൊക്കെ ഉണ്ടാവും. അപ്പോ ആ ജംഅ്. അതേസമയം ഇസ്മു ജം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുഫ്രദ് കാണൂല. സ്വഹ്ബ് എന്ന പദത്തിന്റെ മുഫ്രദ് ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയൂല എന്നർത്ഥം. സ്വഹ്ബ് എന്ന പദത്തിന്റെ മുഫ്രദ് ഏതാണ്, ഒറ്റപ്പദം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല, അങ്ങനെ ഇല്ല. അതിനാണ് ഇസ്മു ജം എന്ന് പറയുക. മനസ്സിലായിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്ന് പറഞ്ഞാൽ പൊതുവെ ജം ആകുന്ന പദങ്ങൾക്ക്, അതായത് ബഹുവചനങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഏകവചനം ഉണ്ടായിരിക്കും. ഇസ്മു ജം ആണെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഏകവചനം ഉണ്ടാവില്ല. അപ്പോൾ സ്വഹ്ബ് എന്ന പദത്തിന്റെ ഏകവചനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നത് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം സ്വഹ്ബ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, വഹുവ അത് ഇസ്മു ജംഇൻ, ഇസ്മു ജം ആകുന്നു. ലി സ്വാഹിബിൻ, കൂടെ നടന്നയാള്, സഹവസിച്ചയാള് എന്നൊക്കെ അർത്ഥമുള്ള പ്രയോഗത്തിന്റെ ഇസ്മു ജം ആകുന്നു. ബിമാന സ്വഹാബി, സ്വാഹിബിന്റെ അർത്ഥം സ്വഹാബി എന്ന മാനക്കാണ്. സ്വഹാബി എന്ന മാനക്കുള്ള സ്വാഹിബ്, കൂടെ സഹവസിക്കുക എന്ന അർത്ഥത്തിലുള്ള ഇസ്മു ജം ആണ് സ്വഹ്ബ് എന്ന പദം. അപ്പൊ സ്വഹ്ബ് എന്ന് പറഞ്ഞ സ്വഹാബികൾ എന്നാണ്. സ്വഹ്ബ് എന്ന പദത്തിന്റെ അർത്ഥം സ്വഹാബികൾ എന്നാണ്. അതിന് മുഫ്രദ് ഏതാണ്? മുഫ്രദ് ഇല്ല. അതിന്റെ ഏകവചനം ഏതാണ്? അതിന് നേരെ ഏകവചനമില്ല, ഉണ്ട്. എന്താണ്? സ്വഹാബികൾ എന്ന പദത്തിന് ഏകവചനമുണ്ട്. എന്താണത്? സ്വഹാബി. പക്ഷേ സ്വഹ്ബിഹി എന്ന സ്വഹ്ബ് എന്ന പദത്തിന്റെ നേരെ ഏകവചനമല്ല സ്വഹാബി എന്ന് പറയുന്നത്. ഇനി ആരാണ് സ്വഹാബി? അതൊരു പദത്തിന്റെ ചർച്ചയാണ്. വഹുവ, ആരാണ് സ്വഹാബി? മൻ ഇജ്തമഅ, ഒരുമിച്ച് കൂടിയ ആളാണ്. മുഅ്മിനൻ, മൻ ഒരാളാണ്. ഇജ്തമഅ, അവൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇജ്തിമാ നമ്മൾ പറയും സംഗമത്തിന് അല്ലെ. നമ്മളൊരു യോഗമൊക്കെ വന്ന അതിന് ഇജ്തിമാ എന്ന് പറയും. അതാണ് ഇജ്തമഅ, സംഗമിച്ചിരിക്കുന്നു. വഹുവ, അത് മൻ ഒരാളാണ്. ഇജ്തമഅ, അവൻ സംഗമിച്ചിരിക്കുന്നു. നമ്മൾ സംഘടനക്ക് ജംഅയ്യത്ത് എന്ന് പറയും അല്ലെ. ജംഅയ്യത്തുൽ ഉലമാ, ഉലമാക്കളുടെ സംഘം. ഇജ്തമഅ, ജമഅ, ഇജ്തമഅ, ഇജ്തമഅ, ഒരുമിച്ച് കൂടിയ ആളുകളാണ്. മൻ ഒരുത്തരാണ്. ഇജ്തമഅ, അവൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മുഅ്മിനൻ, മുഅ്മിനൻ എന്നല്ലേ അവിടെയുള്ളൂ. മുഅ്മിൻ എന്നാണ്, മുഅ്മിനാത്തിൻ എന്നില്ല. എനിക്ക് തോന്നിയിട്ടില്ല, ഏതായാലും ഉണ്ടെങ്കിൽ തിരുത്തുക. തോട്ടക്കാട് സാഹിബ് ഒന്നുകൂടി നോക്കാം. മുഅ്മിനൻ എന്നല്ലേ ഉള്ളൂ, മുഅ്മിനാത്തിൻ എന്നില്ല. മനിജ്തമ മുഅ്മിനൻ, അങ്ങനെ മനസ്സിലാക്കുക. മുഅ്മിനാത്ത് എന്നില്ല, മുഅ്മിനൻ. ഓ അതിലുണ്ട്. എന്നാ കുഴപ്പമില്ല, തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മുഅ്മിനൻ എന്നാണ്, മുഅ്മിനാത്ത് എന്നല്ല എന്ന് ശ്രദ്ധിക്കുക. വഹുവ, അത് മൻ. സ്വഹാബി എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തരാണ്. ഇജ്തമഅ, അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മുഅ്മിനൻ, മുഅ്മിനായ രൂപത്തിൽ, മുഅ്മിനായ നിലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആരോടൊപ്പം? ബിനബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയുമനോടൊപ്പം. നമ്മുടെ നബിയോടൊപ്പം മുഅ്മിനായി ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സ്വഹാബി എന്ന് പറയുക. നമ്മുടെ നബിയോടൊപ്പം മുഅ്മിനായി ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സ്വഹാബി എന്ന് പറയുക. റസൂലുള്ളാഹിയെ കാണുകയൊന്നും വേണ്ട. വലൗ അഅ്മ, ആ ഒരുമിച്ച് കൂടിയ വ്യക്തി അന്ധനാണെങ്കിലും ശരി. അന്ധനായ സ്വഹാബിയാണല്ലോ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹിനെ കാണണമെന്നില്ല. റസൂലുള്ളാഹിയുള്ള സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ മതി. അദ്ദേഹം സ്വഹാബിയാണ്. അദ്ദേഹം സ്വഹാബിയാണ്. പ്രവാചകന്റെ ഹദറത്തിൽ ഒരുമിച്ച് കൂടി
മുഅ്മിനായി മരിക്കുകയും വേണം എന്നൊരു നിബന്ധന കൂടി ശ്രദ്ധിക്കണം. അപ്രകാരം തന്നെ മറ്റൊരു നിബന്ധന വലോ അഴ്മ, അന്ധനാണെങ്കിലും ശരി, വഗൈറ മുമയ്യിസിൻ, വകതിരിവില്ലാത്ത കുട്ടിയാണെങ്കിലും ശരി, ജനിച്ച ഉടനെ ഒരു കുട്ടിയുമായി ഒരു വനിത റസൂലുള്ളാഹിയെ സമീപിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സഹാബി ഒരാൾ തന്റെ കുഞ്ഞിനെയുമായി റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഒരുമിച്ചുകൂടി, എന്നാൽ ആ കുഞ്ഞും സഹാബിയാണ്, സ്വഹാബിയാവാൻ ഇത്രയേ വേണ്ടൂ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മുഅ്മിനായ രൂപത്തിൽ ഒരുമിച്ച് കൂടിയാൽ മതി. പുണ്യനബിയെ കാണണമെന്നില്ല, പുണ്യനബിയുടെ സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ മതി. വലൗ അഅ്മ, അഅ്മ എന്ന് പറഞ്ഞ് നമുക്കൊക്കെ അറിയും, അന്ധൻ എന്നർത്ഥം. അല്ലാഹു നമുക്കൊക്കെ അവൻ തന്ന കാഴ്ച നിലനിർത്തി തരുമാറാവട്ടെ. വലൗ അഅ്മ, കണ്ണിനൊക്കെ പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അല്ലാഹു പരിഹാരം നൽകുമാറാവട്ടെ. വലൗ അഅ്മ, അവൻ അന്ധനാണെങ്കിലും ശരി, വഗൈറ മുമയ്യിസിൻ, തമ്മീസ് ഇല്ലാത്തവനാണെങ്കിലും ശരി. തമ്മീസ്, വകതിരിവ് നമ്മൾ മലയാളത്തിൽ വെക്കും അല്ലെ, വകതിരിവ്, കാര്യങ്ങളൊന്നും വേർതിരിച്ച് തിരിയാത്തവനാണെങ്കിലും ശരി, അവനും സ്വഹാബി എന്ന പദത്തിൽ പെടും. അപ്പൊ സ്വഹാബിയാവാൻ ഇത്രയാണ് വേണ്ടത്. പുണ്യനബിയോടൊപ്പം പുണ്യനബിയുടെ ജീവിതകാലത്ത് സംഗമിക്കാൻ കഴിയണം, പുണ്യനബിയെ കണ്ടുമുട്ടാൻ സാധിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വഹാബി എന്ന മഹത്തായ പദവി ലഭിക്കും. ആ സ്വഹാബി എന്ന പദവിയോ അത് വലിയ സ്ഥാനവുമാണ്. എല്ലാ ഔലിയായിനേക്കാളും ഏറ്റവും സ്ഥാനം അലങ്കരിക്കുന്ന മഹാന്മാർ അവർ സ്വഹാബികളാണ്. സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ അവരെ നമ്മൾ മാനിച്ചുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പ്രത്യേകം ചെല്ലാൻ നമ്മളൊക്കെയും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അവരെയൊക്കെയും ആദരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ആ സ്വഹാബികളുടെയൊക്കെ ഖബറിടങ്ങൾ എന്ന് പറയപ്പെടുന്ന കേരളക്കരയിൽ തന്നെ പല സ്ഥലങ്ങളും, അതൊക്കെ ദർശിക്കാൻ, സിയാറത്ത് ചെയ്യാനും അവിടങ്ങളുടെയൊക്കെ പുണ്യമൊക്കെ മനസ്തമാക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അങ്ങനെ വഅലാ ആലിഹി വസഹ്ബിഹി, പ്രവാചകരുടെ കുടുംബത്തിന്മേൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. വസഹ്ബിഹി, പ്രവാചകരുടെ അനുചരന്മാരുടെ മേലും ഉണ്ടാവട്ടെ. അൽ ഫായിസീന ബിറിളല്ലാഹ്, എങ്ങനെയുള്ള സ്വഹാബികളാണ്? അല്ലാഹു തആലയുടെ തൃപ്തി കൊണ്ട് വിജയിച്ചവരായ. കണ്ടില്ലേ, അല്ലാഹി തആല, അല്ലാഹ് എന്ന് പറയുമ്പോൾ അങ്ങ് തആല എന്ന് പറയുന്നുണ്ട്, അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അൽ ഫായിസീന ബിറിളല്ലാഹി തആല, അല്ലാഹു തആലയുടെ തൃപ്തി കൊണ്ട് വിജയം ലഭിച്ചവരായ, അള്ളാഹിന്റെ വിജയം ലഭിച്ച ആളുകളാണ് സ്വഹാബികൾ. അവരെ സ്നേഹിച്ചാൽ അവരോടൊപ്പം നമുക്കും സ്വർഗം കിട്ടും. അല്ലാഹു തെരുമാറാവട്ടെ. മാത്രമല്ല, തആല എന്ന പദത്തിന്റെ അർത്ഥം സുഹൃത്തുക്കൾക്ക് അറിയുമായിരിക്കും അല്ലെ, അള്ളാഹുവിന്റെ തൃപ്തി, റിളാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന അല്ലെ, അള്ളാഹുവിന്റെ തൃപ്തി, റിളാ. റളിയ എന്നൊക്കെ പറഞ്ഞ തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻ, അദ്ദേഹത്തെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടട്ടെ. റളിയ, റിളൻ, തൃപ്തി. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് വിജയിച്ചവർ. ഫാസ എന്ന് പറഞ്ഞാൽ വിജയിക്കുക അല്ലെ, ഫായിസ്, വിജയിച്ചവൻ. ഫായിസീന, വിജയിച്ചവർ. ഫായിസ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ, അതിന്റെ ബഹുവചനമാണ് ഫായിസീൻ, വിജയിച്ചവർ അല്ലെ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. ഫാസ, വിജയിച്ചു. ഫൗസ്, വിജയം. അൽ ഫായിസീന ബിറിളല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് വിജയിച്ചവർ. സിഫത്തുൻ, ഇത് സിഫത്താണ്, വിശേഷണമാണ്. ഫായിസീന എന്ന് പറഞ്ഞതിന് നമ്മൾ നഹ്വിന്റെ ഭാഷയിൽ തർക്കീബ് എന്നൊക്കെ പറയും, ഘടന. സിഫത്തുൻ, വിശേഷണമാണ്. ലിമൻ ദുക്കിറ, പറയപ്പെട്ട ഒരുത്തർക്ക്. ആരായി പറയപ്പെട്ടവർ? ആലും സ്വഹാബികളും. ആല് എന്നവർക്കും സ്വഹാബികൾ എന്നവർക്കുമുള്ള വിശേഷണമാണ് സിഫത്ത്. സിഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പറയാണ്, ബഹുമാനപ്പെട്ട വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ഒരാൾ, ബഹുമാനപ്പെട്ട, ഇങ്ങനെ പറയാം ഏറ്റവും എളുപ്പത്തിൽ. നമുക്ക് KSCR ഫത്ഹുൽ മുഈൻ ക്ലാസ് നടക്കുമ്പോൾ ടെക്സ്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ടെക്സ്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന അബ്ദുള്ള 9070 എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വിശേഷണമാണ് അല്ലെ. അല്ലെങ്കിൽ KSCRനെ എപ്പോഴും സജീവമാക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിശേഷണമാണ്.
ആ നിലക്ക് അതാണ്, ഇതിനാണ് സിഫത്ത് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ബിസ്മി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ബിസ്മില്ലാഹിർ, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട്. എങ്ങനെയുള്ള അള്ളാഹുവാൻ? അർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹ്, അർ റഹീം, റഹീമായ അള്ളാഹ്. ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണമാണ്. എന്നതുപോലെ സഹാബികൾക്കും ആലിനും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം നൽകിയ ഒരു വിശേഷണമാണ് അൽ ഫായിസീന ബിറിദല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ട് വിജയിച്ചവരായ. സിഫത്തുൽ ലിമൻ ദുക്കിറ, പറയപ്പെട്ട ഒരുത്തർക്കുള്ള വിശേഷണമാകുന്നു, പറയപ്പെട്ട ഒരുത്തർക്കുള്ള വിശേഷണമാകുന്നു. വബഅദു, അല്ലെ? അപ്പം മഹാനവറുകൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. വബഅദു, എന്താ ബഅദു എന്നതിനർത്ഥം? ബഅദ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആഫ്റ്റർ, ശേഷം. വബഅദു, എന്തിനു ശേഷം? ബഅദമാ തഖദ്ദമ മിനൽ ബസ്മല വൽ ഹംദല വസ്സലാത്തി വസ്സലാമി അലാ മൻ ദുക്കിറ. അല്ലേ? ബിസ്മിയാലും ബഅദമാ തഖദ്ദമ, മുൻകടന്ന ഒന്നിന് ശേഷം. തഖദ്ദമ എന്ന് പറഞ്ഞ മുന്തുക, ഖദ്ദമ എന്നൊക്കെ പറഞ്ഞ മുന്തിക്കുക എന്നാണ് അർത്ഥം. ഖദീം എന്ന് പറഞ്ഞ പണ്ടേ ഉള്ളത് എന്നല്ലേ? അപ്പം ബഅദമാ തഖദ്ദമ, മുൻകടന്ന ഒന്നിന് ശേഷം. ബഅദമാ തഖദ്ദമ, മുൻകടന്ന ഒന്നിന് ശേഷം. ഏതൊക്കെയാണ് മുൻകടന്നത്? മിനൽ ബസ്മല, ബിസ്മിയാൽ, വൽ ഹംദല, ഹംദിനാൽ, വസ്സലാത്തി, സലാത്തിനാൽ, വസ്സലാമി, സലാമിനാൽ, അലാ മൻ ദുക്കിറ, പറയപ്പെട്ട ഒരുത്തരുടെ മേൽ. ആരുടെ മേലൊക്കെയാ സ്വലാത്ത് ചൊല്ലിയത്? ഒന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ, രണ്ട് ആലിന്മേൽ, മൂന്ന് സ്വഹാബികളുടെ മേൽ. ഈ പറയപ്പെട്ടവരുടെ മേലുള്ള സ്വലാത്ത്, സലാം എന്നിവകൾക്ക് ശേഷവും ഹംദ്, ബിസ്മി ഇവകൾക്ക് ശേഷവും ഞാൻ പറയട്ടെ. ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നീ പ്രാരംഭ മുറകൾക്ക് ശേഷം പറയട്ടെ. ഫഹാദാ വബഅദു, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ? ഇവകൾക്കാണ് പ്രാരംഭ മുറകൾ എന്ന് പറയും. എന്ന് പറഞ്ഞ ഒരു വിഷയം തുടങ്ങുമ്പോ ആരംഭത്തിൽ കൊണ്ടുവരേണ്ട വസ്തുതകൾ, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം, എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ ലേഖനങ്ങളിലും ഒക്കെയും നമ്മൾ ഇത് ദർശിക്കാറുണ്ട്. അതൊക്കെ ഒരു പുണ്യമുള്ള കാര്യമാണ്. ആ നിലക്ക് ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നീ വകുപ്പുകൾക്ക് ശേഷമാണ് നമ്മൾ പ്രസംഗവും മറ്റൊക്കെ ആരംഭിക്കുക. നമ്മളെന്ന് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണ തുടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കാണാം. മാത്രമല്ല, ഖുതുബയിൽ നിർബന്ധമാണ് ഹംദ് വേണം, സ്വലാത്ത് വേണം. ബിസ്മി വേണമെന്നില്ല, ബിസ്മി ഇല്ല. ഹംദും സ്വലാത്തും ഒക്കെ ഖുതുബയിൽ നിർബന്ധമൊക്കെയാണ്. ഏതായാലും അങ്ങനെ ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നീ പ്രാരംഭ മുറകൾക്ക് ശേഷം പറയട്ടെ. ഫഹാദാ, അടുത്ത ഭാഗം ഫഹാദാ, ഇത്. ഫഹാദാ, ഇത് മനസ്സിലായിരിക്കും സുഹൃത്തുക്കൾക്ക് അല്ലെ? ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നിവകൾക്ക് ശേഷം പറയട്ടെ. ഫഹാദാ, ഇത്. ഏത്? ഫഹാദാ, ഇത്. ഏത്? ആ ഭാഗം ടെക്സ്റ്റ് അടിക്കണം. അബ്ദുള്ള സാഹിബ് കണ്ടില്ലേ? ഇതിന് ശേഷമുള്ള ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത്. ദുഃഖിറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പറയപ്പെട്ട ആൾ എന്നർത്ഥം. അലാമൻ ദുഃഖിറ, പറയപ്പെട്ട ഒരുത്തരുടെ മേൽ സ്വലാത്ത്, സലാം, അല്ലെ? ബസ്മല എന്ന് പറഞ്ഞ ബിസ്മിയെ കുറിച്ച് പറയുന്നതാണ് ബസ്മല. അൽഹംദുലില്ലയെ കുറിച്ച് പറയുന്നതാണ് ഹംദല എന്നുകൂടി മനസ്സിലാക്കുക. ഏതായാലും ഫഹാദ, ഇത്. ഹാദ എന്ന് പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഹാദ എന്ന് പറഞ്ഞാൽ ഇസ്മ ഇഷാറയാണ്. എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയേണ്ട ഒന്നാണ് ഹാദ. ഇത് എന്ന് പറയുമ്പോൾ എന്താണ്, എന്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നിലേക്കുമില്ല. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ എന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിലൂടെ പറയുന്നു, ഇത് എന്ന് പറഞ്ഞ തിരിയാണ്ടാവണ്ട. അൽ മുഅല്ലഫുൽ ഹാളിറു ദിഹ്നൻ, മനസ്സിൽ ഹാജറായ രചന. അൽ മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ രചന എന്നാണ് അർത്ഥം, നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? മുഅല്ലഫ്, രചന, രചിക്കപ്പെടുന്ന വസ്തു, രചിക്കപ്പെടുന്ന ഗ്രന്ഥം. അൽ മുഅല്ലഫു, രചിക്കപ്പെടുന്ന വസ്തു. അൽ ഹാളിറു, ഹാജരായി കിടക്കുന്ന. ദിഹ്നൻ, മനസ്സിൽ. ഇത് എന്ന് പറയാൻ ഒന്നും പ്രത്യേകിച്ച് മുന്നിൽ വന്നിട്ടില്ല.
ആകെ ബിസ്മി ഹംദും സലാത്തും സലാമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇത് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് മാത്രമല്ല, മനസ്സിൽ ഹാജരായി കിടക്കുന്ന രചന, എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എഴുത്ത്. അൽ മുഅല്ലഫുൽ ഹാളിറു ദിഹ്നൻ. ദിഹ്ന് എന്ന് പറഞ്ഞ മനസ്സ് എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക, ദിഹ്നിൽ എന്ന് പറഞ്ഞ മനസ്സിൽ, മനസ്സിൽ ഹാജരായി കിടക്കുന്ന രചന. അൽ മുഅല്ലഫുൽ ഹാളിറു ദിഹ്നൻ, മനസ്സിൽ ഹാജരായി കിടക്കുന്ന രചിക്കപ്പെടാൻ പോകുന്ന ഗ്രന്ഥം മുഖ്തസറുൻ, ഒരു ഹ്രസ്വഗ്രന്ഥമാകുന്നു. ഒരു നീട്ടിപ്പരത്തി പറയുന്ന ഗ്രന്ഥമല്ല. മുതവ്വൽ എന്ന് പറയും മറ്റേതിന്. ചുരുക്ക ഗ്രന്ഥത്തിന് മുഖ്തസർ എന്നും മുതവ്വൽ എന്ന് വലുതിനും പറയും. നമുക്ക് പലപ്പോഴും ബിരുദമൊക്കെ പറയുമ്പോൾ നമ്മൾ മുഖ്തസർ ബിരുദം, മുതവ്വൽ ബിരുദം എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. മുഖ്തസർ ബിരുദവും മുതവ്വൽ ബിരുദവും. മുഖ്തസറാകുമ്പോൾ ചെറുതായിരിക്കും, മുതവ്വലാകുമ്പോൾ വലുതായിരിക്കും. മുമ്പ് നമ്മുടെ സനദ് വിവാദത്തിൽ പറഞ്ഞിരുന്നല്ലോ മുഖ്തസറും മുഫസ്സലും എന്നൊക്കെ അല്ലെ. മുഖ്തസറായ സനദ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ചുരുക്കാണ് അല്ലെ. മുതവ്വൽ എന്ന് പറഞ്ഞാൽ വലുത്, മുഫസ്സൽ. ഏതായാലും ഇവിടെ മുഖ്തസറിന്റെ അർത്ഥം, പക്ഷെ മുഖ്തസർ എന്ന പദത്തിന് മലയാളത്തിൽ നമ്മൾ ഹ്രസ്വമായത് എന്നൊക്കെ അർത്ഥം വെക്കാം, ചുരുക്കമായത്, ഹ്രസ്വമായത് എന്നൊക്കെ വെക്കാം. പക്ഷെ അതൊരു പ്രയോഗം, ഒരു സാങ്കേതികമായ അർത്ഥമുള്ളൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് മുഖ്തസർ എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, ഖല്ല ലഫ്ളുഹു വ കസുറ മഅനാഹു. ഖല്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, ഖലീൽ എന്ന് പറയലുണ്ട് അല്ലേ. എന്താ ഖലീൽ എന്ന് പറഞ്ഞ അർത്ഥം സുഹൃത്തുക്കളെ? ഖലീൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഷയാണല്ലോ. ഖലീൽ, ഖല്ല ലഫ്ളുഹു, ഖലീൽ, ഖലീൽ ഓർക്കുന്നുണ്ടോ? അതെ, കുറഞ്ഞത്. സാധാ സാധന്മാരല്ലാത്തവർ എഴുതാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും ആരാലും കുഴപ്പമില്ല. ചെറിയ ലഫ്ലേ ഉള്ളൂ, തെല്ല് വിട്ട് പരത്തിയിട്ട് ലഫ്ല് ഉണ്ടാകൂല. പക്ഷെ കസുറമാനാഹു, അതിന്റെ മാന ധാരാളം ഉണ്ടാവും. ചെറിയ വർത്തമാനം, അതിൽ ആശയം ഒരുപാടും. അങ്ങനെയുണ്ട് ചില വാക്കുകളൊക്കെ. അങ്ങനെയാണ് അത്രയും സൂക്ഷിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരിക. ഖല്ല ലഫ്ലുഹു, അതിന്റെ ലഫ്ല് കുറഞ്ഞിരിക്കുന്നു. വ കസുറ മഅനാഹു, അതിന്റെ ആശയം കൂടുതലായിരിക്കുന്നു. മനസ്സിലായല്ലോ? ഖല്ല ലഫ്ലുഹു, ലഫ്ല് കുറഞ്ഞതും മഅന കൂടിയതും, അതിനാണ് എന്ത് പറയാ? മുഖ്തസർ എന്ന് പറയുക. മനസ്സിലാക്കണേ, മുഖ്തസർ എന്ന് പറഞ്ഞാൽ ലഫ്ല് കുറഞ്ഞതും മഅന കൂടിയതിനുമാണ് മുഖ്തസർ എന്ന് പറയുക. മിനൽ ഇഖ്തിസാരി, മുഖ്തസർ എന്ന പദം കടന്നു വന്നത് ഇഖ്തിസാർ എന്ന പദത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അറബിയിൽ ഇഖ്തസറ എന്ന് പറഞ്ഞ ഒരു ഫിയലാണ്. ഇഖ്തസറ, യഖ്തസിറു, ഇഖ്തിസാർ. ഇഖ്തസറ എന്ന പദത്തിന്റെ ഇസ്മു മഫ്ഊലാണ് മുഖ്തസർ. ഓർമ്മയുണ്ടാകും, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇസ്മു ഫായിലും ഇസ്മു മഫ്ഊലും. ശ്രദ്ധിക്കാത്തവർ വേണമെങ്കിൽ ഒന്ന് കഴിഞ്ഞ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ പരിഹാരവും. ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊലിനെ തിരിയുന്ന രൂപത്തിൽ അല്പം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്തസർ എന്ന പദം ഇസ്മു മഫ്ഊലാണ്, ഇഖ്തിസാർ എന്ന മസ്ദറിൽ നിന്നാണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ക്രിയാധാതു എന്നാണ് മലയാളത്തിൽ പറയാം. ക്രിയാധാതു, ഉദാഹരണത്തിന് അടിച്ചു, അടിക്കും, അടിക്കൂ എന്നൊക്കെ പറയുന്ന പദത്തിന്റെ അടിസ്ഥാന പദമായ പ്രയോഗം അടി എന്നാണ്. ബേസിക് പ്രയോഗം. ഇംഗ്ലീഷിൽ അതിന് ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസ്, അടിസ്ഥാനം. അതാണ് പ്രയോഗത്തിന്റെ അടിസ്ഥാനം. അതിനെ മാറ്റി മാറ്റി വരികയാണ്. അങ്ങനെയും ഇങ്ങനെയും പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറുമായി മാറുന്നു. ബേസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മസ്ദർ, മസ്ദറായ പദാണ് ഏത്? ഇഖ്തിസാർ എന്ന് പറയുന്നത്. ആ ഇഖ്തിസാർ എന്ന പദത്തിൽ നിന്ന് ഇസ്മു മഫ്ഊലായ പദമാണ് മുഖ്തസർ, ചുരുക്കപ്പെട്ടത്. ഹാദാ മുഖ്തസറുൻ, ഇതൊരു ചുരുക്ക ഗ്രന്ഥമാകുന്നു, ചുരുക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു. അതായത് ലഫ്ല് കുറഞ്ഞതും മാന കൂടിയതുമായ ഒരു ഗ്രന്ഥമാകുന്നു. ഏത് വിഷയത്തിലുള്ള ഗ്രന്ഥമാണിത്? ഫിൽ ഫിഖ്ഹി. അതാണ് ഹാദാ മുഖ്തസറുൻ ഫിൽ ഫിഖ്ഹി. ഇത് ഫിഖ്ഹിലുള്ള ഒരു ലഘു ഗ്രന്ഥമാകുന്നു. ഫിഖ്ഹിലുള്ള, മലയാളത്തിൽ നേരെ അർത്ഥം വെച്ചാൽ ഇങ്ങനെ നമുക്ക് വെക്കാം, ഹാദാ മുഖ്തസറുൻ ഫിൽ ഫിഖ്ഹി. ഇത് കർമ്മശാസ്ത്രത്തിലുള്ള ഒരു ലഘു ഗ്രന്ഥമാകുന്നു. ഒരു ചെറിയ ഗ്രന്ഥം, വലിയ വിശദമായ ഗ്രന്ഥമൊന്നുമല്ല. അല്പം കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പറഞ്ഞ് അത് ചെറിയ ലഫ്ലുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ തരുന്ന ഒരു ഗ്രന്ഥമാകുന്നു.
ഹുവ ലുഗത്തൻ. ഈ ഫിഖ്ഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഫിഖ്ഹ് എന്ന പദത്തിന്റെ അർത്ഥം, ഒരു മിനിറ്റ്, ഫിഖ്ഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഫിഖ്ഹ്, നമ്മൾ ഫഖീഹാണ്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഫഖീഹാണെന്നൊക്കെ നമ്മൾ പറയും. എന്താ ഈ ഫിഖ്ഹ് എന്ന പദത്തിന്റെ അർത്ഥം? കർമ്മശാസ്ത്രം എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ഒരു പദം. ശരിക്കും ഫിഖ്ഹ് എന്ന പദത്തിന്റെ അർത്ഥം നോക്കാം നമുക്ക്. കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ സാങ്കേതികപരമായ അർത്ഥം. ശരിക്കും ഫിഖ്ഹ് എന്ന പദത്തിന്റെ അർത്ഥം ഹുവ ലുഗത്തൻ, ഭാഷയിൽ. നീ ഫിഖ്ഹ് ചെയ്തോ, നീ ഫഖീഹാണോ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് നീ ഫഖീഹാണോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അൽ ഫഹ്മു, ഗ്രഹിക്കുക എന്നാണ്. നീ മനസ്സിലാക്കിയോ എന്നാണ് അർത്ഥം. അൽ ഫഹ്മു, ഗ്രഹിക്കുക. അപ്പൊ ഫഖഹ എന്ന് പറഞ്ഞ പദത്തിന്റെ നേരെ അർത്ഥം ഗ്രഹിക്കുക എന്നതാണ്. ഫിഖ്ഹ് എന്ന പദത്തിന്റെ നേരെ അർത്ഥം ഹുവ ലുഗത്തൻ, അത് ഭാഷയിൽ. ഒരു ഭാഷ നേരെ പറയുന്ന ഒരാൾ ഫഖഹ എന്നൊക്കെ പറഞ്ഞാൽ, ഫഖീഹ് ഫുഖഹ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആള്, മനസ്സിലാവുക എന്നൊക്കെയാണ് അർത്ഥം. വസ്തുലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ അരികിൽ ചില മാനയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പറഞ്ഞ മാനയുണ്ടല്ലോ കർമ്മശാസ്ത്രം, അത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ അരികിലുള്ള ആശയമാണ്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത പദങ്ങളും വ്യത്യസ്ത ലഫ്ലുകളും കോഡ് ഭാഷയൊക്കെ ഉപയോഗിക്കും. അപ്പൊ ആ കോഡ് ഭാഷ എല്ലാവർക്കും ബാധകമായിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇസ്തിലാഹിൽ എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ അരികിലുള്ള ഒരു അർത്ഥം, സാങ്കേതികമായ അർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ ഫിഖ്ഹ് നമ്മൾ പറഞ്ഞാൽ എന്താ? അൽ ഇൽമു, കർമ്മശാസ്ത്രത്തിന്റെ ശരിയായ വിശദീകരണമായി പറയുന്നത് അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ അൽ മുക്തസബു മിൻ അദില്ലതിഹ തഫ്സീലിയ. ഇതാണ് കർമ്മശാസ്ത്രം എന്ന് നമ്മൾ ഒറ്റ ഭാഷയിൽ ചുരുക്കിയ പദത്തിന്റെ ശരിയായ വിശദീകരണം. അൽ ഇൽമു വസ്തിലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു, അത് ഒരു വിവരമാണ്, അറിയലാണ്, അല്ലെങ്കിൽ വിവരമാണ്. ബിൽ അഹ്കാമി ശർഇയ്യ, ശർഇയായ നിയമങ്ങൾ കൊണ്ട്, അഹ്കാമു ശർഇയ്യ മതപരമായ വിധിവിലക്കുകൾ കൊണ്ട്, അഹ്കാം അല്ലെ, മതപരമായ വിധിവിലക്കുകളെ കൊണ്ട് അറിയലാണ്. മതപരമായ എല്ലാ വിധിവിലക്കുകൾക്കും ഫിഖ്ഹ് എന്ന് പറയില്ല. അൽ അമലിയ, കർമ്മപരമായ അല്ലെ, അള്ളാഹു ഏകനാണ് എന്ന് പഠിക്കുന്നതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് എന്ത് പറയില്ല? ഫിഖ്ഹ് എന്ന് പറയില്ല. അപ്രകാരം തന്നെ അങ്ങനെ ഒരുപാട് നിയമശാസ്ത്രങ്ങളുണ്ട്. അതുപോലെ ഖുർആനെ കുറിച്ച് പഠിക്കുന്നതിനോ ഹദീസിനെ കുറിച്ച് പഠിക്കുന്നതിനോ ഫിഖ്ഹ് എന്ന് പറയൂല. കർമ്മപരമായ മതപരമായ വിധികളെ കുറിച്ച് പഠിക്കുന്നതിനാണ് എന്തു പറയുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരത്തിനാണ് എന്ത് പറയാ? ഫിഖ്ഹ് എന്ന് പറയാ. മാത്രം പോരാ, അൽ മുക്തസബു, കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട, അധ്വാനിച്ചുണ്ടാക്കപ്പെട്ട, കസ്ബ് എന്നാണ് നമുക്കൊക്കെ അറിയാം, ജോലി അല്ലെ, കസ്ബ് നമ്മളൊക്കെ പറയല്ലോ ജോലിക്ക് അല്ലെ സുഹൃത്തുക്കളെ, കസ്ബ് എന്ന് പറഞ്ഞ ജോലി എന്നർത്ഥം വെക്കാറുണ്ടല്ലോ, കസ്ബ് ജോലി. അപ്പൊ മുക്തസബ് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കപ്പെട്ട, കസ്ബ് ചെയ്തുണ്ടാക്കപ്പെട്ട, പണിയെടുത്തുണ്ടാക്കപ്പെട്ട, എവിടെ നിന്ന്? മിൻ അദില്ലതിഹ തഫ്സീലിയ, അതിന്റെ വിശദമായ തെളിവുകളിൽ നിന്നും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളായ ആളുകളൊക്കെയും അവരൊക്കെയും കർമ്മശാസ്ത്രം രൂപപ്പെടുത്തിയത്, ഫിഖ്ഹിനെ രൂപപ്പെടുത്തിയത് ഒരുപാട് ദലീലുകളെ വെച്ചുകൊണ്ടാണ്, ഒരുപാട് തെളിവുകളിൽ നിന്നാണ് ഈ നമുക്ക് ഇത്ര സുന്ദരമായി ഇന്ന വിഷയത്തിൽ ഇന്ന നിയമം എന്നത് കൃത്യമായി ലഭിച്ചത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ഖുർആനും മാത്രം പരിശോധിച്ചാൽ ഒരിക്കലും നമുക്ക് നേർക്ക് നേരെ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയൂല. വലിയ പ്രയാസം. അതാണ് നമ്മുടെ മുജാഹിദ് ജമ തബ്ലീഗാദി പ്രസ്ഥാനങ്ങൾക്കൊക്കെ കർമ്മശാസ്ത്രത്തെ വേണ്ട രൂപത്തിൽ പരിഗണിക്കാത്ത ആളുകൾക്ക് വരുന്ന അബദ്ധം എന്ന് പറയുന്നത്, അവർക്ക് പല നിയമങ്ങൾക്കും ഉത്തരം കിട്ടൂല. മുമ്പ് വക്കം മൗലവിയോടാണെന്ന് മുമ്പ് മറ്റേതൊരു മൗലവിയോട് ഒരു ചോദ്യം ഉന്നയിച്ചത്രേ, മയില് തിന്നാൻ പറ്റുമെന്ന്. മയിലിനെ തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്ര, മയില് നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. അങ്ങനെ മയിൽ അദ്ദേഹത്തിന് കൊടുത്തു, മയിൽ അദ്ദേഹം തിന്നു. മയിൽ തിന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്ര, മയിലിറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്, തിന്നാവുന്നതാണ് എന്നും, അതും അന്നു മുതൽ എപ്പോഴും മയിലിറച്ചി അദ്ദേഹം തിന്നാറുണ്ട് എന്നുമാണ്. ആലോചിക്കണം, മയിൽ തിന്നാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം.
ഈ അടുത്തേതോ മറ്റൊരു മുഫ്തിയും അങ്ങനെ ഒരു മസ്അല എവിടെയോ എഴുതി പെട്ടുപോയതോ അല്ലെങ്കിൽ എഴുതിയതോ ആയി ചില ആളുകളൊക്കെ ഉദ്ധരിക്കുന്ന കേട്ടിരുന്നു, ഉറപ്പില്ല. ഏതായാലും അങ്ങനെ. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് കർമ്മശാസ്ത്രത്തിന്റെ വിഷയമല്ല? കർമ്മശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ വിഷയമാണ് മയിലുന്നാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ എന്താ, ഇതൊക്കെയും ഇതിൻ്റെതായ വ്യക്തമായ രേഖകളിൽ നിന്നൊക്കെ കൃത്യമായി അധ്വാനിച്ചുണ്ടാക്കി വളരെ പാടുപെട്ട് ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെ ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും ഒക്കെ ചേർത്തു വെച്ച് നമുക്ക് നല്ലൊരു നിയമസംഹിതമയായി കൊണ്ടു തന്നപ്പോ ആ ഫിഖ് ചിലർക്കിന്ന് വേണ്ട എന്ന് പറയല തുടങ്ങിയതപ്പോഴാ ഈ ഫിഖ്ഹിൽ നിന്ന് ആവശ്യമായതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അവര് തന്നെ പുകഴ്ത്തുന്ന ഇബ്നു തൈമിയ്യ പോലും ഹംബലി മദ്ഹബുകാരനായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് അവര് പറയുന്ന ആള് പോലും ഹംബലി മദ്ഹബുകാരനാണ്. ഇബ്നു അബ്ദുൽ വഹാബ് പോലും ചില മദ്ഹബിന്റെ ആളാണോ എന്ന് സംശയിക്കപ്പെടണം. ഇങ്ങനെ തുടങ്ങി ഒരു മദ്ഹബിന്റെ മദ്ഹബ് പറ്റൂല, കർമ്മശാസ്ത്രം പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ടത് എത്ര കണ്ട് നിയമമാണ് നേരെ ഖുർആനും ഹദീസും പഠിക്കുക. നമുക്ക് ആവശ്യമാകും. ഇന്നലെ ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചു, കൊതുകിനടിച്ച് കൊന്നാല് ചോര രക്തം എന്താവും, പൊറുക്കപ്പെടുമെന്നൊക്കെ ചോദിച്ചു. എവിടെ ഒരു ഖുർആനും ഹദീസും കൊണ്ട് ഒരു മുജാഹിദുകാരൻ മറുപടി നൽകട്ടെ? നമുക്ക് മറുപടി നൽകാൻ കഴിയും. കാരണം നമ്മൾ ഫിഖ് ഗ്രന്ഥങ്ങളെ അവലംബിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ പൂർവികരായ മഹത്തുക്കളെഴുതിയ ഗ്രന്ഥങ്ങൾ മുൻനിർത്തി നമ്മൾ മറുപടി നൽകും. അതേസമയം മുജാഹിദുകാരന് അത് ഹദീസിലോ ഖുർആനിലോ തന്നെ കാണണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അവന്റെ കണ്ടുപിടുത്തായിരിക്കും. അതെവിടെ അംഗീകരിക്കാൻ പറ്റും? ഇത് പൂർവികരായ മഹത്തുക്കൾ ഖുർആനും ഹദീസും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകൾ അതിൻ്റെതായ കൃത്യമായ തെളിവുകളിൽ നിന്നുമൊക്കെ കണ്ടുപിടിച്ച് ശർഈയായ കർമ്മപരമായ ഹുക്മുകൾ രേഖപ്പെടുത്തിയ വിജ്ഞാനത്തിനാണ് ഫിഖ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത് അൽ മുക്തസബു, കണ്ടുപിടിക്കപ്പെട്ട മിൻ അദില്ലത്തിഹ തഫ്സീലിയ, അതിന്റെ വിശദമായ രേഖകളിൽ നിന്നും. ഒരാൾക്ക് സ്വയം ഒരുപാട് ജ്ഞാനങ്ങൾ കിട്ടി, ഒരുപാട് കർമ്മപരമായ ഇൽമുകൾ കിട്ടി, അതിനെക്കുറിച്ച് ഫിഖ് എന്ന് പറയൂലെന്ന. എന്തിലധികം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രൂപത്തിലുള്ള ഇൽമിന് പോലും ഫിഖ് എന്ന് പറയില്ല. ഫിഖ് എന്ന് പറയില്ല, വലിയ ഇൽമാണൊക്കെ. പക്ഷെ ഫിഖ് എന്ന് പറയണമെങ്കിൽ ഈ രൂപത്തിലായിരിക്കണം. എന്ത്? അതിലെ ദലീലുകളിൽ നിന്നും കണ്ടുപിടിക്കപ്പെടുന്ന ശർഈയായ കർമ്മപരമായ ഹുക്മുകളെ കൊണ്ടുള്ള അറിവായിരിക്കണം. അതിനാണ് ഫിഖ് എന്ന് പറയാം. കാരണം റസൂലുള്ളാഹി തങ്ങൾ ദലീലുകൾ നോക്കി പഠിച്ചതല്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് നേരെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമോ അല്ലെങ്കിൽ ഇൽഹാമ മുഖേനയോ മറ്റു മാർഗങ്ങൾ മുഖേനയോ അറിഞ്ഞതാണ്. ഒന്നും ദലീലുകൾ നോക്കി പഠിച്ചതല്ല പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അറിയിച്ചു കൊടുത്തു. അള്ളാന്റെ ഇൽമും ഫിഖ് അല്ല. ഫിഖ് ആവണമെങ്കിൽ ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ പെടുമ്പോഴേ ഈ ആളുകൾ ഫിഖ് എന്ന് പറയുകയുള്ളൂ. അതൊരു വിഷയമാണ്. ഇൽമല്ല എന്നല്ല പറഞ്ഞത്. ഫിഖ് എന്ന പദത്തിന് ഉൾക്കൊള്ളണമെങ്കിൽ, ഭാഷ സാങ്കേതികപരമായി ഫിഖ് എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ ഉൾപ്പെടണമെങ്കിൽ ഈ രൂപത്തിൽ ലഭിച്ചിരിക്കണം. അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ, കർമ്മപരമായ മതപരമായ വിധിവിലക്കുകൾ കൊണ്ടുള്ള അറിവാണ്. അൽ മുക്തസബു, കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ ജോലി ചെയ്തുണ്ടാക്കപ്പെട്ട മിൻ അദില്ലത്തിഹ തഫ്സീലിയ, അതിന്റെ വിശദമായ ദലീലുകളിൽ നിന്നും. ദലീൽ എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ദലീലുകൾ ഉണ്ടാവും. ഇജ്മാലിയായ ദലീൽ, മൊത്തത്തിലുള്ള ദലീലും വിശദപരമായ ദലീലും എന്ന് പറഞ്ഞാൽ ഖുർആന് ഹദീസ് ഇജ്മാ ഖിയാസ് ഇതൊക്കെയും പ്രമാണമാണ് എന്ന ഒരു പ്രമാണവും, അതോടൊപ്പം ഖുർആനിലും ഹദീസിലെയും ഓരോ വിഷയത്തിൽ വ്യക്തമായ രേഖ, അതൊന്നും ആവശ്യം. എന്ന് മാത്രമല്ല ചില മൊത്തത്തിൽ ചില നിയമങ്ങൾ, ഉസൂലിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞ് ചില നിയമങ്ങളുണ്ടാവും. ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെയാണ് ഫിഖ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഫിഖ് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? ഫിഖ് ഇങ്ങനെ വേണ്ട തോന്നിയ ആരുടെങ്കിലും വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതോ മറ്റോ ആണോ? ഫിഖ് എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഫിഖ് ഏതിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടുത്ത് പറയുന്നത്. നമ്മൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക എന്ന് ചിലർ പറയുന്ന കേൾക്കാറുണ്ട്. സത്യത്തിൽ ഖുർആനിലേക്കും ഹദീസിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിയത്. ഈ മടക്കത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ആളുകളാണ് ഇവർ ഫിഖ്ഹിനെയാണ് അവലംബിക്കുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത്. സത്യത്തിൽ ഫിഖ് എന്ന് പറഞ്ഞത് ഖുർആനും ഹദീസുമാണ്. ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും ചേർന്നതാണ് ഫിഖ്. വസ്തിംദാദുഹു, ഇസ്തമദ്ദ എന്ന് പറഞ്ഞാൽ പോഷണം സ്വീകരിക്കുക, സഹായം സ്വീകരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. ഏതായാലും ഇസ്തിംദാദുഹു, അത് കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ ഒറ്റയടിക്കാൻ അങ്ങനെ ഇസ്തിംദാദുഹു, അത് ഉണ്ടാക്കാൻ മാർഗദർശനമായി ലഭിച്ചത്. വസ്തിംദാദുഹു, അതിന് പോഷണം ലഭിക്കൽ മിനൽ കിതാബി, ഫിഖ് നേടുന്ന മെച്ചം കിട്ടിയത് ഫിഖ് നേടുന്നാണ് രൂപപ്പെട്ടു വന്നത്. മിനൽ കിതാബി, അത് ഖുർആനിൽ നിന്നാണ്. വസുന്നത്തി, ഹദീസിൽ നിന്നുമാണ്. വൽ ഇജ്മാഇ, ഇജ്മാഇൽ നിന്നുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മുജ്തഹിദും ഒരു കാലത്തെ ഇജ്തിഹാദിന് യോഗ്യനായ പണ്ഡിതന്മാരൊക്കെ ഒരു വിഷയത്തിൽ ഏകോപിക്കുക. വൽ ഖിയാസി, ഖിയാസിൽ നിന്നുമാണ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ
തുല്യമായ ഒരു വിഷയത്തിൽ ഒരു ഹദീസ് ഉണ്ട്, പക്ഷെ അതിനോട് സമാനമായ മറ്റൊരു വിഷയത്തിൽ ഹദീസ് ഇല്ലാതിരിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ച് ഒരു നിയമം നിർമ്മിക്കുന്നതിനാണ് ഖിയാസ് എന്ന് പറയുക. അത് നിർമ്മിക്കാനുള്ള അധികാരം ബഹുമാനപ്പെട്ട മുജ്തഹിദുകൾക്കുമാണ്. നമുക്കങ്ങനെ നിയമിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് മുജ്തഹിദുകൾ തന്നെ. കാരണം ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതും രണ്ടും ഒരുപോലെയാണോ എന്നൊക്കെ തീരുമാനിക്കൊക്കെ വേണ്ടിവരും. എന്താണ് കാരണം, എങ്ങനെയാണ് യോജിപ്പിക്കൽ എന്നൊക്കെ വ്യക്തമായ പാഠങ്ങൾ വേണ്ടിവരും. അതുകൊണ്ടാണ് ഈ 4 വിഷയങ്ങളെയാണ് നമ്മൾ പ്രമാണമായി അവതരിപ്പിക്കാറുള്ളത്. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളിൽ തന്നെയാണ് ഫിഖ്ഹ് രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഈ 4നെയും പ്രമാണമായി അംഗീകരിക്കുന്നവർ ഫിഖ്ഹിനെയും അംഗീകരിക്കാൻ നിർബന്ധിതരാണ്. കാരണം ഫിഖ്ഹ് ഇതിനോട് ഓരം പിടിച്ചു മാത്രം ഉണ്ടാക്കിയതാണ്. ഇതിൽ നിന്ന് ഒന്നുമേ തെന്നുമാറിയിട്ടില്ല ഫിഖ്ഹ്. കാരണം ചിലപ്പോഴൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ വിഷയങ്ങൾ പറയുമ്പോൾ ഹദീസ് തെളിവുദ്ധരിക്കും, ഖുർആൻ തെളിവുദ്ധരിക്കും, അതിന്റെ മൊത്തപരമായ ഇജ്മാഉകളും ഖിയാസുകളൊക്കെ തെളിവുദ്ധരിക്കും. കാരണം എന്താ, ഇതിന്റെ ഓരം പിടിച്ചിട്ടാണ് പൂർവികരായ ഫുഖഹാ മുജ്തഹിദുകൾ നമുക്ക് കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ രൂപീകരിച്ചത്. ഒരുപാട് മദ്ഹബിന്റെ ഇമാമുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 4 മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളും 4 മദ്ഹബിന്റെ അഭിപ്രായങ്ങളും മാത്രമേ ക്രോഡീകരണ രൂപത്തിൽ പിൽക്കാലത്ത് ലഭിച്ചുള്ളൂ. അതുകൊണ്ട് 4 മദ്ഹബിൽ ചുരുങ്ങി എന്ന് മാത്രം. ഇവരൊക്കെയും ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും പരിചിന്തനം നടത്തി അതിൽ വ്യക്തമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഫിഖ്ഹ്. അപ്പോൾ ഫിഖ്ഹിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതിന്റെ ആകത്തുക ഖുർആനിലേക്കും ഹദീസിലേക്കും ഇജ്മാഉ ഖിയാസ് എന്ന ഇസ്ലാമിക പ്രമാണത്തിലേക്ക് മടങ്ങുക എന്നതാണ്. ഇതാരുടെയും സ്വയം ബുദ്ധിയിൽ രൂപപ്പെടുത്തിയതല്ല, മയിലിന് തിന്നു നോക്കിയിട്ട് തീരുമാനിച്ച തീരുമാനമല്ല. എന്താണ് ആ വിഷയത്തിൽ ഖുർആനിലും ഹദീസിലും ഉള്ളത്, ഇജ്മായിലും ഖിയാസിലും എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്, ഇത് നോക്കിയതിനു ശേഷം അത് ക്രോഡീകരിക്കുകയും അത് പരിചിന്തനം നടത്തി തീരുമാനിക്കുകയും ചെയ്തു എന്നല്ലാതെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുമോ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുമോ തുടങ്ങി മറ്റു മദ്ഹബിന്റെ ഇമാമുകളാരും അവരുടെ സ്വയേഷ്ടപ്രകാരം ദീൻ തീരുമാനിച്ചതല്ല. അവർ ഇതിനനുസരിച്ച് തീരുമാനിച്ചു. അപ്പോൾ അതിനെ അവലംബിക്കാൻ അതറിയാത്ത നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിർബന്ധമായി കടന്നു വരികയാണ്. കാരണം നമ്മൾ അതിൽ അയോഗ്യരാണ്. നമ്മൾ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും കൃത്യമായി പരിശോധിക്കാൻ നമ്മൾ അയോഗ്യരായപ്പോൾ യോഗ്യരായ ആളുകൾ അത് കൈകാര്യം ചെയ്തു. ആ കൈകാര്യത്തെ നമ്മൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. അതാണ് വസ്തിംദാദുഹു, ഫിഖ്ഹിനെ പോഷണം ലഭിക്കൽ അല്ലെങ്കിൽ ഫിഖ്ഹ് ഉണ്ടാക്കൽ മിനൽ കിതാബി, ഖുർആനിൽ നിന്നാണ്, വസുന്നത്തി, ഹദീസിൽ നിന്നുമാണ്, വൽ ഇജ്മാഇ, മുജ്തഹിദുകളുടെ ഏകോപനത്തിൽ നിന്നുമാണ്, വൽ ഖിയാസി, ഖിയാസിൽ നിന്നുമാണ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 2 വിഷയങ്ങളിൽ സമാനമായ ഒരു വിഷയത്തിൽ 2 വിഷയങ്ങളിൽ ഒന്നിൽ അഭിപ്രായം കാണുകയും മറ്റേതിൽ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ അതും ഇതും ഒരുപോലെയാണെങ്കിൽ അതിനോട് ഇതിനെ തുലനം ചെയ്യുക എന്ന് പറഞ്ഞതിനാണ് ഖിയാസ് എന്ന് പറയുക. ഉദാഹരണത്തിന് വേഗം തിരിയാൻ വേണമെങ്കിൽ പലപ്പോഴും ക്ലാസ് റൂമിലൊക്കെ പറഞ്ഞായിരിക്കും, എന്നാലും പറയാണ്, ഒരു നമ്മൾ വ്യക്തമായി കാണുന്ന കള്ള്, പഴയ കാലത്തൊക്കെ കള്ള് ഖംർ എന്ന് പറയുന്നത് മുന്തിരിയാൽ ഉണ്ടാക്കുന്നതാണ്, അത് ഹറാമാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുന്തിരിയല്ലാത്ത മറ്റു വസ്തുക്കളാൽ ഉണ്ടാക്കിയ കള്ള് ഹറാമാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാര് പറയുന്നു അതും ഹറാമാണ്. കാരണം ഖംറാകുന്ന മുന്തിരിയുടെ കള്ള് ഹറാമാവാനുള്ള കാരണം അത് ലഹരി ഉണ്ടാക്കുന്നു എന്നതാണ്. ഈ ലഹരി ഉണ്ടാക്കുക എന്ന സംവിധാനം മറ്റു കള്ളുകളിലുമുണ്ട്. അതുകൊണ്ട് അതും നിഷിദ്ധമാണ് എന്ന് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ആ രൂപത്തിലുള്ള ചില വകുപ്പുകളെയാണ് ഖിയാസ് എന്ന് പറയുന്നത്. അത് മുജ്തഹിദുകളുടെ ബാധ്യതയാണ്, മുജ്തഹിദുകൾ നിർവഹിക്കുന്നതുമാണ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. നമുക്ക് നമ്മുടെ സമഗ്രമായ ഫിഖ്ഹ്, കൃത്യമായുള്ള പഠനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അവരെഴുതി വെച്ച ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇപ്പോഴും നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവർ അന്നേ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് നല്ല രൂപത്തിൽ പഠിക്കണം, പഠന വിധേയമാക്കണം എന്ന് മാത്രം. പല വിഷയങ്ങളിലും ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രം ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വ്യക്തമായ ഉത്തരം കിട്ടിയില്ല എന്ന് കരുതി കർമ്മശാസ്ത്രം അന്യൂനമാണെന്ന വാദത്തെ നമ്മൾ സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഏതൊക്കെയോ പഴയ കാലത്തെ വലിയ വിഷയങ്ങൾക്ക് കുറിച്ചാണ് നമ്മൾ ഇത്തരം ദലീലുകൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പോലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഖുർആൻ ഹദീസ് ഇജ്മായിലേക്ക് മടങ്ങാന്ന് പറഞ്ഞത് ഫിഖ്ഹിലേക്കുള്ള മടക്കം തന്നെയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. കാരണം ഇവകളിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്
സൃഷ്ടിച്ചത്, ഇതിനെ ഉണ്ടാക്കിയെടുത്തത് എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയം ദീർഘമായി എന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട നസ്രുദ്ദീൻ ഫൈലി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഖുർആൻ പാരായണ ക്ലാസിന്റെ സമയമാണ്. ഞാൻ ഏതായാലും മാത്രമല്ല നാട്ടിൽ വളരെയധികം സമയം 20ഓളം ആയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവന്റെ ദീൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും അല്ലാഹു നമ്മളെയൊക്കെ പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, സന്താനങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മുടെ KSCR-ന്റെ ഒക്കെ ഒരുപാട് ദുആഇനൊക്കെ പലപ്പോഴായി ആവശ്യപ്പെട്ട സുഹൃത്തുക്കൾ, അതോടൊപ്പം KSCR-ന്റെ കൂട്ടുകാർ, എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലാഹു അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരുമാറാവട്ടെ. അവർക്കും നമുക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹുവിന്റെ ത്വാഅത്തിലായി പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാറ്റിലും ഉപരി ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ഉസ്താദുമാർ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും മറ്റു പ്രിയപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശിഷ്യ വില്യാപ്പള്ളി ഉസ്താദ് പോലെ തുടങ്ങി ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് മൈക്കിലേക്ക് വന്ന് ചോദിച്ചാൽ നന്നാകുമെന്ന് അഭിപ്രായപ്പെട്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ അഹ്സനൽ ജസാ. ബഹുമാനപ്പെട്ട KPM ദാരിമി ഉസ്താദുകളുടെ നേതൃത്വത്തിലുള്ള ഫത്ഹുൽ മുഈൻ ക്ലാസ് അൽഹംദുലില്ലാ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഉസ്താദുകൾക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഓക്കെ, ഇൻഷാല്ലാ സംശയങ്ങൾ ഉള്ള സുഹൃത്തുക്കളൊക്കെ റൈസ് ചെയ്തിട്ട് മുകളിൽ വരണം. സദറിയിച്ചതുപോലെ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നാട്ടിൽ മഗ്‌രിബിന്. അതുകൊണ്ട് സംശയമുള്ള സുഹൃത്തുക്കളൊക്കെ ഇന്നെടുത്ത പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കാനുള്ളവരൊക്കെ റൈസ് ചെയ്ത് വരണം എന്നറിയിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നന്ദി പറയാമെന്നറിയില്ല. കാരണം ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് എന്നെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലും അതുപോലെ ഒന്നുകൂടി കിതാബിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ ഒരുപാട് സഹായകമാകാറുണ്ട്. അതിനപ്പുറം പല സുഹൃത്തുക്കളും PM ചെയ്ത് അറിയിച്ചതുപോലെ ഫത്ഹുൽ മുഈൻ ഒന്ന് കേൾക്കാനും അതിനൊന്നും ജീവിതത്തിൽ അല്ലെങ്കിൽ ആയ കാലത്ത് ഭാഗ്യം കിട്ടാത്ത ആളുകൾക്കൊക്കെ അൽഹംദുലില്ലാ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴി ഇങ്ങനെ ഒരു സംരംഭം, ഒരു വേദി ഒരുങ്ങിയിരിക്കുകയാണ്. ഫത്ഹുൽ മുഈൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഷാഫിഈ ഫിഖഹിലെ പ്രബലമായ ഒരു ഗ്രന്ഥം എല്ലാവരും അംഗീകരിക്കുകയും എന്നും ആളുകൾ റഫറൻസായി എല്ലാ കാര്യങ്ങൾക്കും ഫിഖഹിലെ എല്ലാ സംശയങ്ങൾക്കും ആദ്യം പരതി നോക്കൽ ഷാഫിഈ ഫിഖഹിൽ ഫത്ഹുൽ മുഈനാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറെ സാധ്യതകൾ ഫിഖഹി ലോകത്ത്, കർമ്മശാസ്ത്ര ലോകത്ത് ഉണ്ടാകാനും. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾ, ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ ഇതൊന്ന് മനസ്സിലാക്കാനും അതിൻ്റെ വരികളിലൂടെ സഞ്ചരിക്കാനൊക്കെ അങ്ങനെ ഒരു അവസരം ഒരുങ്ങിയതിൽ അവരുടെ ഭാഗത്തു നിന്ന് സദവറുകൾക്ക് കൃതജ്ഞതയും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. കാരണം ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് അതിൻ്റെ രചന തന്നെ വളരെ വ്യത്യസ്തമാണ്. അത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ രീതിയിൽ
അതിന്റെ തർക്കീബുകളും അതിന്റെ ഭാഷാ ഘടനയും വൈവിധ്യവും എല്ലാം കൊണ്ടും വളരെ ഉന്നതി നിൽക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഫത്ഹുൽ മുഈൻ. ഏതായാലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഈ ഒരു സംരംഭം പ്രേക്ഷകരുടെയൊക്കെ റേഡിയോ ശ്രോതാക്കളുടെയൊക്കെ പ്രേക്ഷകരുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു ക്ലാസ് സംഘടിപ്പിക്കപ്പെടുക എന്നുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഇങ്ങനെയൊരു ക്ലാസ് അൽഹംദുലില്ലാഹ് സംഘടിപ്പിക്കപ്പെടുന്നു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വളരെ പ്രഗത്ഭനായ പണ്ഡിതന്, എനിക്ക് കൂടുതലൊന്നും ഉസ്താദിനെത്തി പറയുന്നതും ശരിയല്ല, പ്രഗത്ഭനായ പണ്ഡിതനാണ്, വളരെ വിനയം തഖ്വയൊക്കെയുള്ള നല്ലൊരു മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ എല്ലാവരും പരമാവധി ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ സംശയങ്ങളുള്ളവരൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ളവരൊക്കെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് മുകളിൽ വരണം. എന്തെങ്കിലും ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നമ്മുടെ പരിശുദ്ധമായ ഖുർആൻ പാരായണ പരിശീലന ക്ലാസിന്റെ സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അഭ്യന്തനായ നസറുദ്ദീൻ സൈദ് ഉസ്താദ് അവറുകൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. സമയമായാൽ ഉസ്താദ് റൈസ് ഹാൻഡ് ചെയ്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്നത്തെ ക്ലാസ് വളരെ നന്നായി എടുത്ത ഉസ്താദ് അവറുകൾക്ക് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കരുതണ്ട. ചോദിക്കാൻ മൈക്കിൽ ചോദിക്കാൻ കഴിയില്ലെങ്കിൽ നേരെ ഉസ്താദിന് PM ചെയ്താലും മതി. ചെയ്താൽ ഉസ്താദ് ചോദ്യം വായിക്കുകയും മറുപടി പറയുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഏതായാലും 9070 റൈസ് ചെയ്തിട്ടുണ്ട്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും സഹോദരന്മാരെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരൻ, സംശയമുള്ളവർക്ക് മൈക്കിലേക്ക് വന്നുകൊണ്ട് സംശയം തീർക്കാം. ഈ വിഷയം തന്നെ ആവണമെന്നില്ല, വേറെ വിഷയം ഉണ്ടെങ്കിലും ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഫിഖ്ഹ് സംബന്ധമായ വിഷയമാണെങ്കിൽ ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട നൂർ ഫൈദ് എന്ന ഐഡിയിലേക്ക് PM ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഒരു സഹോദരൻ സംശയമായിട്ട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സ്വതക്ക കൊണ്ട് അല്ലാഹു തആലാന്റെ ഖളാ മാറ്റാൻ സാധിക്കുമെന്ന് കേൾക്കാൻ സാധിച്ചു. ഇദ്ദേഹം സ്വതക്ക ചെയ്യുമോ ഇല്ലയോ എന്ന് അല്ലാഹു തആലാക്ക് ആദ്യമേ അറിയാമല്ലോ. പിന്നെന്തിനാ അല്ലാഹു തആലാക്ക് ഖളാ മാറ്റി എഴുതേണ്ട ഒരു സന്ദർഭം വരലെങ്ങനെ എന്നാണ് സംശയം. ഒരുപാട് ദിവസങ്ങളായി സംശയം വന്നിട്ട് ഇപ്പോഴാണ് ചോദിക്കാൻ അവസരം കിട്ടിയതും മൈക്ക് ക്ലിയർ ആയതെന്ന് തോന്നുന്നു. മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ. എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ സുഹൃത്തിനോട് മറുപടി പറയാം. എന്ന് പറഞ്ഞാല് ഖളാ രണ്ട് രൂപത്തിലാണെന്ന്. ഖളാ മുബറമും മുഅല്ലഖും എന്ന് പറഞ്ഞ് രണ്ട് രൂപത്തിൽ ഖളാ ഉണ്ട്. ഖളാ രണ്ട് രൂപത്തിലുണ്ട്, മുബറം മുഅല്ലഖ്. മുബറമായ ഖളാഖ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മാറ്റൂല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ തീരുമാനം. മുഅല്ലഖായ ഖളാ ആകുമ്പോൾ അയാൾ ഇന്ന പ്രവൃത്തി ചെയ്താൽ അത് കാരണം അവന്റെ ഇന്ന പ്രതിഫലം കൂട്ടും. ഉദാഹരണത്തിന് ഹദീസുകളിലൊക്കെ കാണാലോ,
ഒരാൾ ആയുസ് കുടുംബ ബന്ധം ചേർത്തിയാൽ അവൻ ആയുസ് വർദ്ധിപ്പിക്കും എന്ന് സ്വഹീഹ ഹദീസുകളിൽ തന്നെ കാണാം. ആർക്കെങ്കിലും അത് ആയുസ് കൂടെ കിട്ടാനും റിസ്കിൽ വിശാലത ലഭിക്കാനും ഫൽ യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. അപ്പൊ അവന്റെ ഖലായിൽ അവന്റെ ഒരു ഖലായിട്ട് ഇങ്ങനെ ഉണ്ടാവാം, ഇവൻ കുടുംബബന്ധം ചേർക്കുകയാണെങ്കിൽ ഇന്ന നിഅമത്ത് അവന് ലഭിക്കും, അല്ലെങ്കിൽ ഇന്ന പ്രയാസം അവനിൽ തടുക്കപ്പെടും. ഇങ്ങനെയുള്ള രൂപത്തിൽ ചില ഖലാഹുകൾ ഉണ്ടാകുമെന്നും അതാണ് സ്വതക്ക കൊണ്ടും ദുആ കൊണ്ടൊക്കെ തിരുത്തപ്പെടുക. അതേസമയം ഓൾറെഡി തീരുമാനിക്കപ്പെട്ട മുബറമായ ഖലാഹിന് മാറ്റേണ്ടാവില്ല. പിന്നെ ഇവിടെ വരുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ അതും അള്ളാഹ്ക്ക് അറിയില്ലേ, അതും അള്ളാഹ്ക്ക് അറിയും. ഇങ്ങനെ അവൻ സ്വതക്ക ചെയ്യോ ഇല്ല എന്നുള്ളതൊക്കെ അള്ളാഹ്ക്ക് അറിയും. അത് നമ്മളെ ഖലാഹിന്റെ അള്ളാഹുവിന്റെ ഇൽമിന്റെ മറ്റൊരു വിഷയമാണ്. നീട്ടിപ്പരത്തുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിലുള്ള ചോദ്യമാണെന്ന് ചോദിക്കാം. വളരെ വിശദമായ ചോദ്യമാണ്. ഇൻഷാ ഇപ്പം മറുപടി വരാൻ സമയമില്ല. നമ്മുടെ സുഹൃത്ത് ഒന്നുകൂടി മൈക്കിലേക്ക് വരാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വീണ്ടും മൈക്കെടുക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം തന്നെയായിരുന്നു. പക്ഷെ ഉസ്താദ് തന്നെ അതിന് മറുപടി പറഞ്ഞു. എന്റെ സംശയം രണ്ടാമത് ഉസ്താദ് പറഞ്ഞ അതേ സംശയം തന്നെ വീണ്ടും മനസ്സിലേക്ക് കയറി വരാറുള്ളത്. അപ്പൊ അല്ലാഹു തആലക്ക് എങ്ങനെയായാലും നമ്മൾ ഏത് ചെയ്യുമെന്ന് ആദ്യമേ അറിയാമല്ലോ. അതുകൊണ്ടാണ് എന്റെ സംശയം വീണ്ടും വീണ്ടും വരാനുള്ള കാരണം. ഉസ്താദ് പറഞ്ഞ് വിശദമായ പറയേണ്ടതാണെന്ന് പറഞ്ഞാൽ മഗ്‌രിബിന്റെ സമയമായതിനാൽ പിന്നീട് മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തേതായാലും പറഞ്ഞ പോലെ അല്ലാഹുവിനെ എല്ലാം അറിയും. പക്ഷെ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ ചിന്തിച്ച് നമ്മുടെ ഈമാനിൽ തുഹമത്ത് ഉണ്ടാക്കരുത് എന്ന് പ്രിയപ്പെട്ട കാരണം ഖദർ ഖലാഇന്റെ വിഷയം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ചിന്തിച്ച് കഷ്ടപ്പെടുത്തരുത് എന്ന് കൂടി ഞാൻ എന്റെ സുഹൃത്തിനോട് പറയാം. കാരണം നമുക്ക് അല്പം പ്രയാസകരമായി അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഹിദായത്ത് ലഭിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ ചിന്തിച്ച് അങ്ങോട്ട് പോകേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അതിന്റെ വിശദമായ ശൈലിയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറുപടി പറയാൻ ശ്രമിക്കാം. ഏതായാലും ഒരുപാട് ഉസ്താദുമാരൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് ഉസ്താദുമാരോ പ്രവർത്തകരോ എന്നറിയില്ല. ഏതായാലും നസ്രുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ ക്ലാസിന്റെ ടൈമും ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും മരിയസ്കാര സമയമായതുകൊണ്ടും